الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. الصلاة على النبي الشفيع الأبطحي والحبيب العربي. एज़ाब्ज़ गुंबद वाले मंजूर दुआ करना जब वक्त नज़ा आए दीदार अता करना। الصلاة على النبي الشفيع الأبطحي والحبيب العربي والحبيب العربي والحبيب العربي. قبر अंधेरी में घबराऊंगा जब तन्हा मैं कब्र अंधेरी में घबराऊंगा जब तन्हा इमदाद मेरे करने आ जाने रसूल अल्लाह। الصلاة على النبي والحبيب العربي. ارتكبت على الخطا غير حسر وعادات لك أشكو فيه يا سيدي خير النبي. الصلاة على النبي الشفيع സർവാദരണീയനായ ഈ വേദിയുടെ അധ്യക്ഷൻ, ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരായ പണ്ഡിത മഹത്തുക്കളെ, ഈ ഉറൂസ് കമ്മിറ്റിയുടെ ചെയർമാൻ, മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഉറൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ, വേദിയിലും സദസ്സിലുമൊക്കെ ഉപവിഷ്ടരായിട്ടുള്ള നാട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സർവാദരണീയരായ മോമിനീങ്ങളെ, മോമിനാത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഹാന്മാരുടെ ചാരത്തി ഒരുമിച്ച് കൂടിയതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു അകറ്റി തരുമാറാകട്ടെ. ഈമാൻ അല്ലാഹു വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ ബലാഉകൾ മുസീബത്തുകളെ തൊട്ടും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം അകപ്പെട്ടിരിക്കുന്ന വിഷമങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കൈപിടിക്കുമാറാകട്ടെ. നമ്മൾ മരിക്കുന്ന സമയം ഈമാനോടെ മരിക്കുവാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. നമ്മെ എല്ലാം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അല്ലാഹു ഒന്നിച്ചു കൂട്ടിത്തരുമാറാകട്ടെ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെല്ലാവരും മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ ഉറൂസിലേക്ക് എത്തിച്ചേർന്ന ആളുകളാണ്. നമ്മുടെ മുൻഗാമികൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരുടെ ജീവിതം
സമർപ്പിച്ച് മുന്നേ നടന്നുപോയവർ, അവരുടെ ചലന നിശ്ചലനങ്ങളെല്ലാം അല്ലാഹുവിൽ സമർപ്പിച്ച ആളുകൾ, അവരുടെ ദിക്റുകളും ഫിക്റുകളും അല്ലാഹ് എന്ന ചിന്തയിൽ ലയിപ്പിച്ചവർ, അവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ എല്ലാ കാലത്തും ഒരുപാട് പാഠങ്ങളുണ്ട്. വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിന് കരുത്തു പകരുന്ന ഓർമ്മകളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഓർമ്മകൾ. ഏതു പ്രതിസന്ധിയിലും പിടിച്ചു നിർത്താൻ, ഏതു പ്രയാസഘട്ടത്തിലും അവന്റെ ഹൃദയത്തിന് സ്വാന്തനം നൽകാൻ, എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന സൃഷ്ടാവിനെ കുറിച്ചുള്ള ഓർമ്മകളെ ഹൃദയത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ വഴി ഈമാനിന്റെയും ഹിദായത്തിന്റെയും മാർഗത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്താൻ പാകത്തിലുള്ള വഴിയാണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ വഴി. അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾ, നമ്മുടെ മുൻഗാമികൾ, അവർ നടന്നുപോയ വഴികളും അവരുടെ ജീവിതവും എല്ലാം പഠിക്കുക എന്നുള്ളത്, അവരുടെ ജീവിതത്തിൽ നിന്ന് മൂല്യമുള്ള പാഠങ്ങളെ പകർത്തുക എന്നുള്ളത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ ഓർമ്മകൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. മഹാന്മാരായ പ്രവാചകന്മാരെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം നമ്മെ പഠിപ്പിച്ചു തരുകയാണ്, അവരുടെ ജീവിതത്തെ പഠിപ്പിച്ചു തരുകയാണ്. ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യർക്ക് വഴിയും വെളിച്ചവുമാകുന്ന വേദം, കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ്, പരിശുദ്ധമായ ഖുർആനിന്റെ പ്രമേയങ്ങൾ നോക്കൂ. അവസാന നാൾ വരെ വരുന്ന മനുഷ്യർക്കുള്ള ദിശാബോധം നൽകുന്നതിന്റെ ഇടയിൽ മുൻഗാമികളുടെ ചരിത്രത്തെ അവതരിപ്പിച്ചതു കാണാം. സയ്യിദുനാ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം, സയ്യിദുനാ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, സയ്യിദുനാ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, മഹദിയായ വലിയത്തായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു, മഹാനരായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖരായ അസ്ഹാബുൽ കഹ്ഫ് റളിയല്ലാഹു അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ, ഇവരുടെ എല്ലാം ചരിത്രം പരിശുദ്ധമായ ഖുർആൻ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലൂടെ വിശ്വാസികളായ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അവരുടെ ഓർമ്മകൾ പുതുക്കാൻ നമ്മളോട് പറയുകയാണ്. വദ്കുറു ഫിൽ കിതാബി ഇബ്രാഹിം, മഹാന്മാരായ മുൻഗാമികളുടെ ഓർമ്മകളും സ്മരണകളും അത് നിലനിർത്തുക എന്നുള്ളത്, അത് നിലനിൽക്കുക എന്നുള്ളത് ഒരു സമൂഹത്തിന്റെ ഈമാൻ നിലനിൽക്കാൻ ആവശ്യമായ ഘടകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അമൂല്യമായ സമ്പത്ത് അത് ഈമാനാണ്. ആ ഈമാനിന് കോട്ടം തട്ടാതെ, പ്രയാസങ്ങളിൽ ഉലഞ്ഞു പോകാതെ, പ്രതിസന്ധികളുടെ നടുത്തളത്തിൽ പിടഞ്ഞു പോകാതെ, അല്ലാഹുവിന്റെ മഹാരഥന്മാരായ മുൻഗാമികൾ അനുഭവിച്ച ത്യാഗോജ്വലമായ ജീവിതത്തെ അയവിറക്കിക്കൊണ്ട് അവരെ പോലെ ജീവിക്കുവാൻ ഖുർആൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, പരിശുദ്ധമായ ഖുർആനിന്റെ ചോദ്യമാണ്. എന്നെ കേൾക്കുന്ന എല്ലാ ആണുങ്ങളും, എല്ലാ സ്ത്രീകളും, എല്ലാ കുട്ടികളും, എല്ലാ ചെറുപ്പക്കാരും, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗമാണ്. ആ സ്വർഗമാകുന്ന അനുഗ്രഹങ്ങളുടെ വീട്, ഖാലിദീന ഫീഹാ അബദാ, തീർന്നു പോകാത്ത സുന്ദരമായ സമ്പുഷ്ടമായ വിഭവസമൃദ്ധമായ അനുഭൂതിദായകമായ ഭവനം. ആ ഭവനത്തിലെത്താനാണ് നമ്മുടെ ഇബാദത്തുകളെല്ലാം, നമ്മുടെ നോമ്പ്, നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ സക്കാത്തുകൾ, നമ്മുടെ ഹജ്ജുകൾ, നമ്മുടെ വഅദുകൾ, നമ്മൾ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നത്, അവരുടെ അപദാനങ്ങൾ പറയുന്നത്, അവരോട് ചേർന്നു നിൽക്കുന്നത്, ഖൈറാത്തുകൾ ചെയ്യുന്നത് എല്ലാം സ്വർഗ്ഗത്തിൽ എത്തിച്ചേരാനാണ്. ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സ്വർഗ്ഗത്തിലേക്ക് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വർഗ്ഗത്തിലേക്ക് അത്ര എളുപ്പത്തിൽ അങ്ങ് പ്രവേശനം ലഭിക്കുമെന്ന് കരുതുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ വസുൽസിലൂ ഹത്താ യഖൂലർ റസൂൽ വല്ലദീന ആമനൂ മഅഹു മത്താ നസ്റുല്ലാഹ് അലാ
ഇന്ന നസ്റല്ലാഹി ഖരീബ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് ഖുർആൻ. നിങ്ങളുടെ മുൻഗാമികളായ ആളുകളുണ്ടായിരുന്നില്ലേ? അവർക്ക് വന്നു ചേർന്ന പ്രയാസങ്ങൾ ഉണ്ടായിരുന്നില്ലേ? വലം യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ. വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അവരനുഭവിച്ച പ്രയാസങ്ങൾ എത്രയാണ്, അവരെ പിടികൂടിയിരുന്ന പ്രശ്നങ്ങൾ എത്രയാണ്. സാമൂഹികമായി, രാഷ്ട്രീയമായി, സാമ്പത്തികമായി ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അവരുലഞ്ഞുപോയ നേരങ്ങൾ എത്രയാണ്. അതിൽ നിന്നൊരൽപ്പമെങ്കിലും അനുഭവിക്കാതെ സ്വർഗമെത്തിച്ചേരാമെന്ന് കരുതുകയാണോ? ആ ചിന്ത വേണ്ടെന്ന് ഖുർആൻ. നിങ്ങളുടെ മുൻഗാമികൾക്ക് വന്നു ചേർന്ന പ്രയാസങ്ങൾ, മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ. ഏതെല്ലാം മേഖലകളിൽ അവർ പ്രയാസം അനുഭവിച്ചിരുന്നു. വസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു. മഹാന്മാരായ പ്രവാചകന്മാരും അവരുടെ കൂടെയുള്ളവരും ചോദിച്ച നേരങ്ങളുണ്ടായിരുന്നു. അവരുലഞ്ഞുപോയ നേരങ്ങളുണ്ടായിരുന്നു. അവര് പ്രയാസങ്ങളിൽ അകപ്പെട്ട നേരങ്ങളുണ്ടായിരുന്നു. അവര് പതറിപ്പോയ, കുലുങ്ങിപ്പോയ നേരങ്ങളുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ് വന്നു ചേരുക എന്ന് പ്രവാചകന്മാർ ചോദിച്ച നേരങ്ങളുണ്ടായിരുന്നു. അവരുടെ കൂടെയുള്ളവർ ചോദിച്ച നേരങ്ങളുണ്ടായിരുന്നു. അത്രയേറെ വലിയ പ്രയാസങ്ങളെ അഭിമുഖീകരിച്ച നിങ്ങളുടെ മുൻഗാമികളില്ലയോ? അവരനുഭവിച്ച ത്യാഗത്തിന്റെ തീച്ചൂളകൾ പോലെ, പ്രയാസത്തിന്റെ പർവ്വങ്ങൾ പോലെ, വിഷമങ്ങളുടെ, സങ്കടങ്ങളുടെ ഇന്നലകൾ പോലെ പലതും വന്നു ചേരാതെ സ്വർഗത്തിലെത്തുമോ? സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് കരുതുകയാണോ? ഒരു പ്രശ്നവും ഇല്ലാതെ ഇവിടെ ജീവിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകാമെന്നാണോ കരുതുന്നത്? അങ്ങനെയല്ല. നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചത് പലതും നിങ്ങൾക്ക് അനുഭവിക്കാനുണ്ട്. അവര് പ്രയാസപ്പെട്ടതുപോലെയുള്ള പ്രയാസങ്ങൾ വന്നു ചേരാനുണ്ട്. വലിയ പ്രയാസങ്ങളുടെ നടുത്തളത്തിൽ പെടഞ്ഞു പോകുന്ന നേരങ്ങളുണ്ട്. അങ്ങനെയുള്ള നേരങ്ങൾ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. നബിമാര് പോലും അല്ലാഹുവിന്റെ മുമ്പില് നിന്റെ സഹായം എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ. ദുനിയാവിലെ ജീവിതം പ്രയാസങ്ങളുടെ നടുത്തളത്തിലാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ട ദുനിയാവാണിത്. ആ ദുനിയാവിലെ പ്രയാസങ്ങൾ എത്രയാണെന്ന് എണ്ണി പറഞ്ഞു തരുകയാണ്. ഭയം കൊണ്ട്, പട്ടിണി കൊണ്ട് പ്രയാസം അനുഭവിക്കേണ്ടി വരും. സാമ്പത്തികമായ പ്രയാസങ്ങളിൽ പെടേണ്ടി വരും. നിങ്ങളുടെ കൂടെയുള്ളവർ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ വരും. എണ്ണത്തിൽ കുറവാകുന്ന സാഹചര്യങ്ങൾ വരും. ജീവത്യാഗങ്ങളുടെ ഇടങ്ങൾ വരും. ദുനിയാവിൽ അത് സംഭവിക്കുമെന്ന് ഖുർആൻ. പ്രയാസങ്ങളുടെ ഭൂമിയാണ് ദുനിയാവെന്ന് പരിശുദ്ധ ഖുർആൻ. സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന നേരം അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാ, നീ എന്നെ എങ്ങോട്ട് പറഞ്ഞേക്കുന്നു റബ്ബേ?
എന്നെ എങ്ങോട്ടാണ് പറഞ്ഞേക്കുന്നത്? ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, അല്ലാഹുവിന്റെ പ്രതിനിധിയായി ഭൂമി ലോകത്തേക്ക് വരാനുള്ള നേരത്ത് സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാമിന്റെ ചോദ്യമാണ്, നീ എന്നെ പറഞ്ഞേക്കുന്നത് എങ്ങോട്ടാണ് റബ്ബേ? അല്ലാഹു തആല ആദം അലൈഹിസ്സലാമിനോട് പറഞ്ഞു, പോയിക്കോ, ഭൂമിയിലേക്ക് നടന്നോ. സ്വർഗഭൂങ്കാവനത്തിന്റെ താഴത്ത് അബുൽ ബശർ ആദം അലൈഹിസ്സലാമിന്റെ കൺതടങ്ങൾ നിറയുകയാണ്. യാ അല്ലാഹ്, നീ എന്നെ പറഞ്ഞേക്കുന്നത് ഭൂമിയിലേക്കാണോ റബ്ബേ? പരീക്ഷണങ്ങളുടെ ഇടത്തേക്കാണോ? വേദനകളുടെ ഇടത്തേക്കാണോ? പ്രയാസങ്ങളുടെ നടുത്തളത്തിലേക്കാണോ? ഈ സ്വർഗഭൂങ്കാവനത്തിന്റെ സ്വച്ഛമായ കാലാവസ്ഥയിൽ മനോഹരമായി ജീവിതം നയിച്ച എന്നെ പരീക്ഷണങ്ങളുടെ പറുദീസയിലേക്ക് പറഞ്ഞയക്കുകയാണോ? എന്നെ നീ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞയക്കുന്ന ഇടം പരീക്ഷണങ്ങൾ നിറഞ്ഞ ഭൂമിയാണോ? അല്ലാഹ്, സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാം, ഞാൻ എങ്ങനെയാണ് അതിനെയൊക്കെ ഒന്ന് തരണം ചെയ്യുക? ഇത്രകാലവും എന്റെ ജന്മം മുതൽ ഇങ്ങോട്ട് ഞാൻ ജീവിച്ചത് ഇവിടെയാണ്. ഇവിടെ നോവറിഞ്ഞിട്ടില്ല, വേദനകൾ അറിഞ്ഞിട്ടില്ല. ഇനി എത്താൻ പോകുന്നത് ഭൂമിയിലേക്കാണല്ലോ. സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്. അപ്പൊ ദുനിയാവ് പലതരത്തിലുള്ള പരീക്ഷണങ്ങളാൽ നിറഞ്ഞ ഇടമാണ്. ദുനിയാവിലെ ജീവിതവും വളരെ ചെറിയ ഇടമാണ്. ആ പരീക്ഷണങ്ങളൊക്കെയും എന്തിനാണ്? നമ്മെ സ്വർഗത്തിലെത്തിക്കാനാണെന്ന് അല്ലാഹുവിന്റെ കലാം നമ്മെ പഠിപ്പിക്കുകയാണ്. പരീക്ഷണങ്ങളൊന്നും വന്നു ചേരാതെ സ്വർഗത്തിലെത്തിച്ചേരുമോ നിങ്ങൾ എന്ന് ചോദിക്കുന്നു അല്ലാഹുവിന്റെ കലാം. അപ്പൊ പരീക്ഷണങ്ങൾ വേണം. യുദ്ധങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. അതിന്റെ നടുത്തളത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം, ആ ജീവിതത്തിൽ ഒരുപാട് മൂല്യങ്ങളെ മുറുകെ പിടിക്കേണ്ടതുണ്ട്. ഈ പ്രതിസന്ധികൾ മാത്രമല്ല, ആ പ്രതിസന്ധികളെ അതിജയിക്കാനുള്ള വഴിയും അല്ലാഹുവിന്റെ കലാം നമുക്ക് പറഞ്ഞു തരുകയാണ്. പ്രതിസന്ധി ഉണ്ടാവും, നിങ്ങൾ അതൊക്കെ അനുഭവിച്ചോ എന്ന് മാത്രമല്ല, ഈ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച നമ്മുടെ മുൻഗാമികൾ ഉണ്ടായിരുന്നു. അവരെങ്ങനെ ജീവിച്ചു എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ മാർഗം ഏതാണ് എന്ന് ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അവരുടെ മാർഗത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ അല്ലാഹുവിന്റെ കലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല മുൻഗാമികളുടെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബനാ, ചൊല്ല് ലാ ഇലാഹ. മുഹമ്മദു റസൂലുള്ളാഹ്, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ്, അവരുടെ ജീവിതത്തിൽ അവർ അഭിമുഖീകരിച്ച പ്രയാസങ്ങൾ എത്രയാണ്. ജന്മനാടായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസം അർപ്പിച്ചതിന്റെ പേരിൽ അവിടുത്തെ കൂടെയുണ്ടായിരുന്നവർക്ക് പലർക്കും ഏറ്റുവാങ്ങേണ്ടി വന്ന ദുരന്തങ്ങൾ എത്രയാണ്. പ്രയാസങ്ങളുടെ ലോകം എത്ര വലുതാണ്. ഇത് ശവ്വാൽ മാസമല്ലേ? മുസ്തഫായ നബി തങ്ങളുടെ കൂടെ മഹാന്മാരായ വലിയ വലിയ സ്വഹാബിമാരുടെ നേതൃത്വത്തിൽ ഒരു സംഘം മുഹദിൽ ഇറങ്ങിയ മാസമല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ദീനിനു വേണ്ടി വലിയ പോരാട്ടത്തിന്റെ പോർക്കളത്തിലെത്തിയ മാസമല്ലേ? മദീനയിൽ നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന പാകത്തിലുള്ള ഉഹദ്, ആ ഉഹദിലേക്ക് യാത്ര പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന വലിയ സ്വഹാബിമാരിൽ 70 ആളുകളുടെ ജീവത്യാഗത്തിന്റെ കഥ പറയുകയാണ് ഉഹദ്. അവരുടെ പ്രയാസങ്ങൾ നമുക്ക് അവതരിപ്പിച്ചു തരുകയാണ്. അവിടെയല്ലേ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ
റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത് ഉഹദിന്റെ മണ്ണിലല്ലേ? ബഹുമാനപ്പെട്ട മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ ജീവത്യാഗം ചെയ്യുന്നത് അവിടെയല്ലേ? അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു വഫാത്തായി വീഴുന്നത് അവിടെയല്ലേ? അംർ ഇബ്നു ജമൂഹ് തങ്ങളുടെ ജീവനറ്റു പോകുന്നത് അവിടെയല്ലേ? അബൂ ഹുദൈഫത്തുൽ യമാനി തങ്ങളുടെ ജീവനറ്റു വീഴുന്നത് സയ്യിദുനാ അബൂ ഹുദൈഫ സാഹിബു സിർരി റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളുടെ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരനായിരുന്നു ഹുദൈഫത്തുൽ യമാൻ. ആ ഹുദൈഫത്തുൽ യമാനിയുടെ പിതാവുണ്ടായിരുന്നു. 90 വയസ്സ് പ്രായം കഴിഞ്ഞയാളാണ് മഹാനായ ഹുദൈഫത്തുൽ യമാനി തങ്ങള്. അതാ യുദ്ധക്കളത്തിലേക്ക് പോകുന്ന നേരത്ത് ഉപ്പയായ അബൂ ഹുദൈഫയോട് പറയുകയാണ്, ഉപ്പാ, പോർക്കളത്തിലേക്ക് പോകാനുള്ള നേരമാണ് ഉപ്പാ, ഞാനിതാ യാത്ര പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉപ്പാ, നിങ്ങളുടെ പ്രായമേറെയായിട്ടുണ്ടല്ലോ ഉപ്പാ, ഇവിടെ മദീനയിൽ തന്നെ തുടരൂ ഉപ്പാ, ഞങ്ങളുടെ കൂടെ പോരാട്ടത്തിന് നിങ്ങൾ വരണ്ടെന്നാണ് ഹബീബായ നബി തങ്ങളുടെ തീരുമാനം. ബഹുമാനപ്പെട്ട അബൂ ഹുദൈഫത്തുൽ യമാനി തങ്ങൾ എഴുന്നേൽക്കുകയാണ്. യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂടെ ഒന്ന് യുദ്ധത്തിന് വരാൻ ഞങ്ങൾക്ക് അനുവാദം തരുമോ? പ്രായമേറെ ആയതുകൊണ്ടാണെന്നറിയാം, എന്നാലും എന്റെ സ്വർഗമങ്ങ് തടയല്ലേ യാ റസൂലല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് എന്റെ കൂടെ യുദ്ധത്തിന് വരാൻ കഴിയുകയില്ല. കാരണം നിങ്ങളുടെ മകൻ എന്റെ കൂടെ യുദ്ധത്തിന് വരുന്നുണ്ട്. നിങ്ങളുടെ പ്രായമേറിയത് കൊണ്ട് യുദ്ധക്കളത്തിലെ പോരാട്ടങ്ങളുടെ ഇടയിൽ ശത്രുക്കൾ ഒരു പക്ഷേ നിങ്ങളെ വകവരുത്താനുള്ള സാധ്യതയുണ്ട്. പരിശുദ്ധമായ ഇസ്ലാം പോർക്കളത്തിന്റെ നടുത്തളത്തിൽ പോലും മാന്യതയുടെ വർത്തമാനം അവതരിപ്പിച്ച ദീനാണ്. അല്ലാഹുവിന്റെ റസൂൽ നടത്തിയ യുദ്ധങ്ങളിൽ പോരാട്ടത്തിനിറങ്ങുമ്പോഴേ ഡയറക്ഷൻ വരുന്നു സ്വഹാബ. സ്ത്രീകളെ കൊല്ലാൻ പാടില്ല, കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാൻ പാടില്ല, വൃദ്ധന്മാരെ ഉപദ്രവിക്കാൻ പാടില്ല, അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ നേരെ ആയുധമെടുക്കാൻ പാടില്ല. ലോക ചരിത്രത്തിൽ എവിടെയാണ് ഇത്രയേറെ നീതിയുള്ള ഒരു വർത്തമാനം കാണിച്ചു തരാൻ കഴിയുക? എതിരാളിയുടെ തട്ടകത്തിലേക്ക് പോരിനിറങ്ങുന്ന നേരത്തെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വർത്തമാനാണ്. പിന്നിൽ നിന്ന് കുത്താൻ പാടില്ല, ഉപദ്രവിക്കാൻ, പിന്നിൽ നിന്ന് ആക്രമിക്കാൻ പാടില്ല, നിങ്ങളോട് ഏറ്റുമുട്ടാൻ വന്നവനോടല്ലാതെ ഏറ്റുമുട്ടാൻ പാടില്ല. യുദ്ധക്കളത്തിൽ വൃദ്ധന്മാരെ കണ്ടാൽ അവരോട് ഏറ്റുമുട്ടണ്ട, അവരെ വിട്ടുകളയും. സ്ത്രീകളുടെ നേരെ ആയുധമണിയാൻ പാടില്ല, കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കാൻ പാടില്ല. അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങൾ കാണുന്നുണ്ടോ? അതിനെ പൊളിച്ചു കളയാൻ പാടില്ല. അതിൽ ആരാധന ചെയ്യുന്ന മനുഷ്യരെ ഉപദ്രവിക്കാൻ പാടില്ല. ലോകം കണ്ട യുദ്ധക്കളത്തിലെ എല്ലാ മാന്യതകളും കാറ്റിൽ പറത്തി യുദ്ധം ചെയ്യുന്ന ആധുനിക ലോകത്തിന് വായിക്കാൻ പറ്റുന്ന മനോഹരമായ അധ്യാപനങ്ങൾ മദീനയുടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഇറാനിലേക്ക് യുദ്ധത്തിന് വന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആദ്യത്തെ മിസൈൽ പതിച്ചത് 160ഓളം പാവപ്പെട്ട പെൺകുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാലയത്തിന്റെ മേലെയാണ്. എന്തു പറഞ്ഞിട്ടാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ യുദ്ധം തുടങ്ങിയത്? ഇറാനിലെ ഗവൺമെന്റിനെ മാറ്റിമറിക്കണം അത്രേ, അവിടുത്തെ ഭരണത്തലവന്മാരെ മാറ്റിമറിക്കണം. അതിലൂടെ ഇറാനിലെ സ്ത്രീകൾക്ക് ഞങ്ങളിതാ അവകാശങ്ങൾ പുനർസ്ഥാപിച്ചു നൽകാൻ പോകുന്നു. അവരിപ്പം മതചിട്ടകളുടെ ഉള്ളിലാണ്, ഞങ്ങളത് പൊളിച്ചു കളയാൻ പോവുകയാണ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാന്റെ മണ്ണിലേക്ക് പറന്നു വന്ന അമേരിക്കയുടെ വിമാനത്തിൽ നിന്ന് വീണ ആദ്യത്തെ ബോംബ് ഇറാനിലെ പാവപ്പെട്ട പെൺകുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാലയത്തിന്റെ മേലെയാണ്. 160ഓളം പൊടിക്കുഞ്ഞുങ്ങൾ, ഈ ലോകത്തിന്റെ ക്രൂരതകളോ വടംവലികളോ അറിയാത്ത പിഞ്ചോമന മക്കൾ.
അവരുടെ കുഞ്ഞുടുപ്പുകളും ബാഗുകളും അവരുടെ പഠനോപകരണങ്ങളുമെല്ലാം അനാഥമായി കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. ഇസ്ലാമിന്റെ വിരോധികളായി പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടവർ പല മുദ്രാവാക്യങ്ങളും മുഴക്കിയെങ്കിലും അതിന്റെ പിന്നാലെ വന്ന അക്രമങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അവർ പറഞ്ഞതെന്താ? സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണത്രേ ഞങ്ങൾ ഇറാനിലേക്ക് യുദ്ധത്തിന് വരുന്നത്. ആദ്യത്തെ ദിവസം തന്നെ ഈ പെൺകുഞ്ഞുങ്ങളുടെ ശരീരത്തിന് നേരെ ബോംബ് വർഷിച്ചുകൊണ്ടാണ് അവർ ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടത് എന്ന് പറയുമ്പോൾ എത്ര കുഞ്ഞുങ്ങളെയാണ് കഴിഞ്ഞ കാലത്തിന്റെ ഇടയിൽ ഇസ്രയേലി കൊന്നുകളഞ്ഞത്? എത്ര കുഞ്ഞുങ്ങളെയാണ് അമേരിക്കക്കാരൻ കൊന്നുകളഞ്ഞത്? ഏത് മാന്യതകളുടെ മേലെ ഇരുന്നു കൊണ്ടാണ് ഇവർ യുദ്ധത്തെ കുറിച്ച് സംസാരിക്കുന്നത്? അവിടെയാണ് 1400 കൊല്ലങ്ങൾക്കപ്പുറം സ്വഹാബ, നിങ്ങൾ യുദ്ധത്തിന് ആയുധമണിഞ്ഞിറങ്ങുന്ന നേരത്തും കൃത്യമായ ബോധമുള്ളവരാകണം. പോർക്കളത്തിലെത്തുമ്പോ നീതി മറന്നു പോകുന്ന, ന്യായം മറന്നു പോകുന്ന ശൈലി നമുക്കില്ല. ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങളെ ആവർത്തിച്ച് പഠിപ്പിച്ചു കൊടുത്തു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു ലോക നേതാവ് പറഞ്ഞോ ഇസ്രായേലിയോട് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് നിർത്തണമെന്ന്? അമേരിക്കക്കാരനോട് ലോകത്തെ ഫെമിനിസ്റ്റുകളായി വരുന്ന പലരും ഇല്ലേ? മുസ്ലിം സ്ത്രീയുടെ പർദ്ദ കാണുമ്പോ, മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണം കാണുമ്പോ, ഇസ്ലാമിന്റെ ചടങ്ങുകളും ചിട്ടകളും കാണുമ്പോ അതിനെ അപഹസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു ഫെമിനിസ്റ്റിന്റെ വായയിൽ നിന്ന് 160ഓളം പിഞ്ചോമന മക്കൾ പിടഞ്ഞു വീണ ആ പ്രവർത്തനം, അവർക്ക് മേലെ വർഷിച്ച ബോംബ്, അതിനുത്തരവാദിയായ അമേരിക്കൻ ഭരണകൂടം, അതിനെതിരെ കാമ്പുള്ള ഒരു വർത്തമാനം ഉണ്ടായിട്ടുണ്ടോ? ആലോചിക്കാനാണ്, പഠിക്കാനാണ്, മനസ്സിലാക്കാനാണ്. മുസ്ലിം സ്ത്രീയുടെ വിഷയം വരുമ്പോ പർദ്ദയെ കുറിച്ച് അല്ലാത്തതിനെ കുറിച്ച് വ്യത്യസ്തങ്ങളായ ഇസ്ലാമിക നിയമങ്ങളെയൊക്കെ പരിഹസിക്കുന്നവരുണ്ട്. ലോകത്ത് പിടഞ്ഞു വീണ മരിച്ച ഈ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാ തുറന്ന് സംസാരിക്കാൻ നട്ടലുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിന് നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും മീഡിയകളിൽ കണ്ടിട്ടുണ്ടോ? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞാനിത് പറഞ്ഞു വരുന്നത് ഇസ്ലാമിനെതിരെ പലപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്ന ഇത്തരം ആരോപണങ്ങളുടെ പിന്നിൽ നല്ല ലക്ഷ്യമൊന്നുമല്ല ഉള്ളത്. സ്ത്രീകളുടെ സംരക്ഷണമൊന്നുമല്ല അവരുടെ ലക്ഷ്യം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു കുഞ്ഞിന്റെ ജീവൻ അവരെടുക്കില്ലായിരുന്നു. പിഞ്ചോമന മക്കളെ എത്ര എണ്ണത്തിന് കൊന്നുകളഞ്ഞു. ചരിത്രത്തിന്റെ ആവർത്തനമല്ലേ? ഫറോവയുണ്ടായിരുന്നില്ലേ? ഫറോവയുടെ ജോലി എന്തായിരുന്നു? ആ കാലഘട്ടത്തിലെ കുഞ്ഞോമന മക്കളെ കൊന്നുകളയലായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. തന്റെ അധികാരത്തിന് പോറലേൽപ്പിക്കുമെന്ന് പേടിച്ചുകൊണ്ട് ആ നാട്ടിൽ പിറന്നു വീണ ആൺമക്കളുടെ മുഴുവനും തലയറുത്തു കൊന്ന ഫറോവയെ ഖുർആൻ പറഞ്ഞു തരുന്നില്ലേ? സർവാധികാരിയായ ഫറോവ അവന്റെ നാട്ടിലെ മുഴുവൻ ആൺമക്കളെയും തലയറുത്തു കൊന്നിട്ടും അവന്റെ അധികാരം വീണുപോയില്ലേ? ഫറോവ എവിടെയാണ്? ചില്ലിട്ട് ചരിത്രം അവനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നില്ലേ? ലോകത്തിന് കാണാൻ കാത്തു വച്ചിരിക്കുന്നില്ലേ? പഠിക്കാൻ ലോകത്തെ സകല സ്വേച്ഛാധിപതികൾക്കും സകല ഏകാധിപതികൾക്കും പഠിക്കാനാണ്. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നവൻ, ആട്ടുതൊട്ടിലിൽ സ്വർണ്ണച്ചാമരങ്ങളിൽ വലിയ കൊട്ടാരങ്ങളിൽ വസിച്ചിരുന്നവൻ, മഹാന്മാരായ പ്രവാചകന്മാരുടെ പിറവി തടയാൻ, അല്ലാഹുവിന്റെ ദീനിനെ തടയാൻ ഒരു നാട്ടിലെ കുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകളഞ്ഞവൻ ആ ഫറോവ എവിടെയാണ്? അവനെ ചരിത്രം സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. പഠിക്കാനുള്ള പാഠങ്ങൾ എത്രയാണ്! സകല നെതന്യാഹുമാർക്കും പഠിക്കാനാണ്, സകല ട്രംപുമാർക്കും പഠിക്കാനാണ്. ലോകത്തിന്റെ മുമ്പിൽ ഇത്തരം ചെയ്തികളുമായി കടന്നു വരുന്ന ക്രൂരന്മാർക്കൊക്കെ പഠിക്കാൻ പറ്റിയ പാഠങ്ങളെ ഖുർആൻ ബാക്കി വെച്ചിരിക്കുകയാണ്. അവിടെയാണ് മൂല്യമുള്ള വർത്തമാനങ്ങൾ. സ്വഹാബ പോർക്കളത്തിലെത്തുന്ന നേരവും അല്ലാഹുവിനെ മറന്ന പ്രവർത്തനങ്ങൾ പാടില്ല. സ്വഹാബ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ പാടില്ല. അവിടെയുള്ള പ്രായമായവരെ വധിക്കാൻ പാടില്ല. സ്ത്രീകളുടെ നേരെ ആയുധമണിയാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹ്
ആകാശത്തുകൂടി പറക്കുന്ന ബോംബർ വിമാനങ്ങളിൽ നിന്ന് ബോംബുകൾ താഴേക്ക് വർഷിക്കുമ്പോൾ അവിടെ താമസിക്കുന്നത് കുഞ്ഞുങ്ങളാണോ, സിവിലിയൻസ് ആണോ, പാവങ്ങളാണോ, അഭയാർത്ഥികളാണോ, ഹോസ്പിറ്റലുകളാണോ, മറ്റേതെങ്കിലും സൗകര്യങ്ങളാണോ എന്ന് നോക്കാതെ തങ്ങളുടെ അധികാരത്തിന് വേണ്ടി ക്ലസ്റ്റർ ബോംബുകൾ, വ്യത്യസ്തങ്ങളായ ബോംബുകൾ വർഷിക്കുന്ന ലോകമേ, പഠിക്കാൻ മനോഹരമായ അധ്യാപനങ്ങളുള്ള പാഠമുണ്ട് മദീനയിൽ. അവരെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി. കൻസുൽ കറമി മൗലാൻ നിഅമി ഹാദിൽ ഉമമി ശരീഅതിഹി. അല്ലാഹു 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 ഫമുഹമ്മദുനാ ഹുവ സയ്യിദുനാ വൽ ഇസ്സു ലനാ ലിഇജാബതിഹി. അല്ലാഹു 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 അല്ലാഹ്. ഇത്ര ആളുടെ ശബ്ദം ഇന്ന് പോരാ. അല്ലാഹു എന്ന ദിക്ർ ചെല്ലാൻ ആർക്കെങ്കിലും മടിയുണ്ടോ? ഒന്നുറക്കെ ചെല്ലാം. അല്ലാഹു 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 മുഹമ്മദുനാ ഹുവ സയ്യിദുനാ വൽ ഇസ്സു ലനാ ലിഇജാബതിഹി. അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് കബൂലാക്കുമാറാകട്ടെ. ഇജാബത്തുള്ള മജ്ലിസുകളിൽ അല്ലാഹു നമ്മുടെ മജ്ലിസിനെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധക്കളത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പകർന്നു കൊടുത്ത പാഠം, അവിടെ നിന്നാണ് മഹാനായ അബൂ ഹുദൈഫത്തുൽ യമാനി തങ്ങളുടെ ഉപ്പ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, ഇപ്പോഴല്ലെങ്കിൽ പിന്നെപ്പോഴാണ് നബിയേ എന്നെ യുദ്ധക്കളത്തിലേക്ക് പരിഗണിക്കുന്നത്? എപ്പോഴാണ് നബിയേ? എനിക്ക് അല്ലാഹുവിന്റെ മാർഗത്തിലൊന്ന് പടപൊരുതാൻ ആഗ്രഹമുണ്ട് യാ റസൂലല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. അവിടുന്ന് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ മകൻ എന്നോടൊപ്പം പോരാട്ടത്തിനിറങ്ങുന്നുണ്ടല്ലോ, നിങ്ങളുടെ മകൻ എന്നോടൊപ്പം പോരാട്ടത്തിനിറങ്ങുന്നുണ്ടല്ലോ, നിങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ വരേണ്ടതില്ല. ബദറിലേക്ക് ഇറങ്ങുന്ന നേരവും അങ്ങനെയായിരുന്നല്ലോ. ബഹുമാനപ്പെട്ട സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അരികിൽ വരികയാണ്. അവിടുത്തെ ഉപ്പയായ ഖൈസമയും റസൂലുള്ളാഹിയുടെ അരികിൽ വരികയാണ്. യാ റസൂലല്ലാഹ്, ബദറിലേക്ക് പോകാൻ ഞങ്ങളിൽ നിന്നൊരാളെയാണല്ലോ അങ്ങ് പ്രതീക്ഷിക്കുന്നത്. ഒരു വീട്ടിൽ നിന്നൊരാൾ വന്നാൽ മതി എന്നല്ലേ പറയുന്നത്? ഞങ്ങൾ 2
രണ്ടുപേരും അങ്ങയുടെ കൂടെ വരട്ടെയോ, ഞങ്ങൾ രണ്ടുപേരും അങ്ങയുടെ കൂടെ വരട്ടെയോ? ഉടനെ മറുപടി പറഞ്ഞു, പറ്റൂല. വീടുകളിൽ നിന്ന് മുഴുവൻ ആണ്ടരികളെയും എന്റെ കൂടെ കൂട്ടാൻ എനിക്ക് അനുവാദമില്ല. ഒന്നുകിൽ ഖൈസമ വരൂ, അല്ലെങ്കിൽ സഅദ് ഇബ്നു ഖൈസമ എന്ന അങ്ങയുടെ മകനെ എന്റെ കൂടെ പറഞ്ഞേക്കൂ. അവിടെയാണ് ഉപ്പയും മകനും തമ്മിൽ വാക്കുതർക്കം വരുന്നത്. ഉപ്പ പറഞ്ഞു, മോനെ, മുസ്തഫായ നബി തങ്ങളുടെ കൂടെ ഞാനാണ് ബദറിലേക്ക് പോകുന്നത്, ഉപ്പാനെ പറഞ്ഞേക്കുമോ? മകൻ പറഞ്ഞു, പറ്റൂല. ഹബീബായ നബി തങ്ങളുടെ കൂടെ പോകുന്നത് ഞാനാണ്. രണ്ടുപേരും തമ്മിൽ വർത്തമാനം ഇങ്ങനെ ഏറുന്ന നേരത്താണ്. എന്നാൽ നമുക്ക് നറുക്കെടുത്തു തീരുമാനിക്കാം നിങ്ങൾ ആരാണ് കൂടെ വരേണ്ടതെന്ന്. രണ്ടുപേരും ഉത്കടമായ ആഗ്രഹത്തോടെ നിൽക്കുകയാണ്. അതാ നറുക്കെടുത്ത് തീരുമാനിക്കുകയാണ്. നറുക്കു വീണതോ സഅദ് ഇബ്നു ഖൈസമയ്ക്കാണ്. സഅദ് ഇബ്നു ഖൈസമ എന്ന മകന് നറുക്കു വീഴുമ്പോ ആനന്ദം കൊണ്ട്, ഹൃദയാന്തരങ്ങളിലെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അവിടുത്തെ ഉപ്പയായ ഖൈസമ എന്നവര് കൈപിടിച്ചുകൊണ്ട് ചോദിച്ചു, സഅദേ, ബദറിലേക്ക് പോകാൻ എനിക്ക് അനുവാദം തരുമോ? ഉപ്പയെ പറഞ്ഞേക്കുമോ? ഉപ്പയോട് മകൻ പറഞ്ഞു, ഉപ്പ, ഞാൻ ഈ ദുനിയാവിൽ നിങ്ങളെ വളരെ ഇഷ്ടപ്പെടുന്നയാളാണ്. നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാൻ എനിക്ക് താല്പര്യമാണ്. പക്ഷേ ഹബീബായ നബി തങ്ങളുടെ കൂടെയുള്ള ഈ യാത്രയുണ്ടല്ലോ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഈ സഞ്ചാരമുണ്ടല്ലോ, അതിനു പകരം അങ്ങ് ഒന്നും ചോദിക്കല്ല ഉപ്പ. അത് തരാൻ എനിക്ക് കഴിയില്ല ഉപ്പ. ദുനിയാവിൽ എന്തു വേണമെങ്കിലും ചോദിച്ചോ ഉപ്പ, സഅദ് എന്ന മകൻ അങ്ങയുടെ കാൽക്കൽ കൊണ്ടുതരാം. പക്ഷേ സ്വർഗം ചോദിക്കല്ലേ ഉപ്പ. ഹബീബായ നബി തങ്ങളുടെ കൂടെയുള്ള ഈ യാത്ര ചോദിക്കല്ലേ ഉപ്പ. മഹാനായ സഅദ് ഇബ്നു ഖൈസമ ബദറിൽ പടഞ്ഞു വീണ് ഷഹീദായെന്ന് ചരിത്രം പറയുകയാണ്. തന്റെ മകൻ തിരിച്ചു വരുന്നതും കാത്തിരുന്ന ഉപ്പയുടെ കാതിലെത്തിയ വർത്തമാനമോ അബൂജഹലുമാരുടെ, ഉത്ബത്തിന്റെ, ശൈബത്തിന്റെ, വലീദിന്റെ, മക്കാ ഖുറൈശികളുടെ ഹുങ്കാരത്തിന്റെ, അഹങ്കാരത്തിന്റെ മൂർത്തഭാവങ്ങളെല്ലാം പിടഞ്ഞു വീണ ബദറിന്റെ മണ്ണില് അല്ലാഹുവിന്റെ മാർഗത്തിൽ പിടഞ്ഞു വീണ 14 പേരിൽ ഒരാൾ, അത് ഖൈസമയുടെ മകൻ സഅദാണ്. സയ്യിദുനാ സഅദ് ഇബ്നു ഖൈസമ. അവര് ബദറിൽ ഷഹീദായി പോയി. അവരുടെ ഉപ്പയായ ഖൈസമയോ അവർ ഉഹദിലും ഷഹീദായി പോയി. മകൻ ബദറിൽ ഷഹീദാണ്, ഉപ്പ ഉഹദിൽ പെട്ടയാളാണ്, ഉഹദിൽ ഷഹീദായി പോയി. അങ്ങനെ വലിയ സ്വഹാബിമാര് വിട പറഞ്ഞു പോയ ഉഹദ് ആ മണ്ണിലേക്ക് യാത്ര തിരിക്കുന്ന നേരത്താണ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് വരുന്ന ഖുറൈശികളായ ആളുകളുടെ പെരുപ്പവും വലിപ്പവും എല്ലാം അറിഞ്ഞുകൊണ്ട് ബദറിൽ ഏറ്റുവാങ്ങിയ പരാജയത്തിന് പ്രതികാരം ചെയ്യാൻ ആൾ വരുമ്പോ അതാ സ്വഹാബത്തിനെയും കൂട്ടി ഉഹദിലേക്ക് യാത്ര ചെയ്യുന്നത്. ആ യാത്രയുടെ ഇടയിൽ മുനാഫിഖുകൾ ഹബീബായ നബി തങ്ങളെ തൊട്ട് പിരിഞ്ഞു പോവുകയാണ്, പിന്തിരിയുകയാണ്. ബാക്കിയുള്ളവരെയും കൊണ്ടാണ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദിലേക്ക് പോകുന്നത്. ആ കൂട്ടത്തിലെ അബൂ ഹുദൈഫത്തുൽ യമാനി തങ്ങളുടെ ഉപ്പയുണ്ടായിരുന്നില്ല. നിങ്ങൾ വരണ്ട, പ്രായം 90 കഴിഞ്ഞിട്ടില്ലേ. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയുണ്ടായിരുന്നു. നിങ്ങളുടെ പ്രായമേറിപ്പോയില്ലേ, നിങ്ങളും വരണ്ട.
മദീനയുടെ തീരുമാനം അംഗീകരിക്കുകയാണ്. 90 കഴിഞ്ഞ 2 സ്വഹാബിമാർ മദീന പള്ളിയുടെ മുറ്റത്തിരിക്കുന്ന നേരത്ത് ഉഹദിൽ നിന്ന് കേൾക്കുകയാണ്, ഇന്നി ഖതൽതു മുഹമ്മദാ. ഉഹദിന്റെ പോരാട്ടം പൊടിപൊടിക്കുന്നതിന്റെ നടുത്തളത്തിൽ ശത്രുക്കളതാ സയ്യിദുനാ മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങളുടെ രക്തസാക്ഷിത്വത്തിന്റെ നേരത്ത് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ മുഹമ്മദ് നബിയെ കൊന്നുകളഞ്ഞു, ഞങ്ങൾ മുഹമ്മദുർ റസൂലിനെ ഇല്ലാതെയാക്കി കളഞ്ഞു, ജീവൻ എടുത്തു കളഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ കൊന്നുകളഞ്ഞു. ആ വാർത്ത മദീനയിലേക്ക് എത്തുന്ന നേരത്ത് ഹുദൈഫത്തുൽ യമാനി തങ്ങളുടെ ഉപ്പ എഴുന്നേൽക്കുകയാണ്. അല്ല, കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ 90 കഴിഞ്ഞ സ്വഹാബിയോട് ചോദിക്കുകയാണ്, ഇനി ആരെയാണ് കാത്തിരിക്കുന്നത്? വരൂ, ഉഹദിന്റെ മണ്ണ് സ്വർഗ്ഗ കവാടം തുറന്നിട്ട് നമ്മെ വിളിക്കുകയാണ്. ഹുദൈഫയുടെ ഉപ്പ ഇതാ വാളുമേന്തി പോവുകയാണ്. ഇനി ആരെ കാത്തിരിക്കാനാണ്? ദുനിയാവിന്റെ രസങ്ങൾ അസ്തമിച്ചില്ലയോ? ദുനിയാവിന്റെ സുഖങ്ങൾ കഴിഞ്ഞില്ലയോ? നാളുകൾ എണ്ണിയില്ലയോ? മലക്കുൽ മൗത്ത് വരാനായില്ലയോ? ഇനി എന്താസ്വാദനമാണ് ഇവിടെ ബാക്കിയുള്ളത്? സ്വർഗമല്ലാതെ എന്താണ് നമ്മെ കാത്തിരിക്കുന്നത്? വരൂ. 90 കഴിഞ്ഞ നേരത്ത് ഉഹദിന്റെ മണ്ണിലേക്ക് ആയുധവുമേന്തി ഊർജത്തോടെ നടന്നുപോയാൽ സയ്യിദുനാ ഹുദൈഫത്തുൽ യമാനി തങ്ങളുടെ ഉപ്പ ഉഹദിൽ ഷഹീദായി. മുഅ്മിനേ, സ്വർഗകവാടങ്ങൾ തുറന്നിട്ട് വിളിക്കുന്ന നേരങ്ങളെ, അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന നേരങ്ങളെ ഒക്കെയും ഹൃദയങ്ങളിൽ കുറിച്ചിട്ടുകൊണ്ട് പടച്ചവനിലേക്ക് ചേരാൻ പറ്റുന്ന അവസരങ്ങൾ തേടി നടന്നവർ നമ്മുടെ മുൻഗാമികൾ. അവരുടെ ജീവിതം നമുക്കുള്ള പാഠങ്ങളാണ്. നമ്മെ ഓരോ ദിവസവും അല്ലാഹുവിന്റെ കവാടങ്ങൾ തുറന്നിട്ട് വിജയത്തിലേക്ക് വിളിക്കുന്നില്ലയോ? ഹയ്യ അലസ്സലാ കാതു കൊടുക്കാറുണ്ടോ ചെറുപ്പക്കാരാ? ഹയ്യ അലൽ ഫലാഹ് കാതു കൊടുക്കാറുണ്ടോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ വിളിയാളങ്ങൾക്ക് ഉത്തരം നൽകാറുണ്ടോ? അവസരങ്ങൾ കാത്തു നിന്നിട്ട് ഖൈറാത്തുകൾ ചെയ്യാൻ നമ്മൾ ഇറങ്ങാറുണ്ടോ? അല്ലാഹു നൽകിയ അവസരം ഇതാണെന്ന് ഓർക്കാറുണ്ടോ? ഹുദൈഫത്തുൽ യമാനി തങ്ങളുടെ ഉപ്പ പറഞ്ഞ വർത്തമാനമാണ്, ഇതെന്റെ അവസാനത്തെ അവസരമാണ്, ഇതെന്റെ അവസാനത്തെ അവസരമാണ്. ഇനിയൊരവസരം എന്നെ തേടി വരണമെന്നില്ല, ഒരു പോരാട്ടത്തിനുള്ള പ്രായം ബാക്കിയാകണമെന്നില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട പറഞ്ഞെന്ന് കേൾക്കുകയാണ്. ഒരു പടച്ചട്ട പോലും ധരിക്കാതെ കരിമ്പടമെടുത്തു ധരിച്ചുകൊണ്ടാണ് ഉഹദിലേക്ക് യാത്ര ചെയ്യുന്നത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകാൻ. വജാദൂ ബിഅംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗത്തിനി ഗസ്വതി സ്വലാത്തുൻ വ തസ്ലീമുൻ അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. നമുക്കുള്ള അവസരം ഇതാണെന്ന ഓർമ്മ എപ്പോഴും വേണം. നമ്മുടെ ആയുസ്സാണ് ഇങ്ങനെ, ജീവിതമാണ് ഇങ്ങനെ നഷ്ടപ്പെടുന്നതെന്ന ചിന്ത വേണം. ഓരോ പ്രഭാതങ്ങളും തിരിച്ചു വരില്ലെന്ന ഓർമ്മ വേണം. ഓരോ പ്രദോഷങ്ങളും നമ്മളോട് സലാം പറയുകയാണെന്ന വിചാരം വേണം. സയ്യിദുനാ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഓർമ്മിപ്പിക്കുകയാണ്, ഓരോ ദിവസവും നമ്മളോട് പറയുന്നുണ്ടെന്നാണ്, ഇതാ നിനക്കുള്ള അവസരം, ഇതാ നിനക്കുള്ളൊരു പുതിയ പ്രഭാതം, ഇതാ നിനക്കുള്ള ഇബാദത്തിന് പറ്റിയ സമയം, ഇതാ നിനക്ക് റബ്ബിലേക്ക് അടുക്കാൻ പറ്റിയ സമയം. ഞാൻ പോയാൽ പിന്നെ തിരിച്ചെത്തുകയില്ല, സമയങ്ങൾ തിരിച്ചു ലഭിക്കുകയില്ല.
ഓരോ ദിവസവും നമ്മളോട് പറയുകയാണ്. ഇന്നത്തെ അസ്തമയം യാത്ര പറഞ്ഞു പോയത് നമ്മുടെ ആയുസ്സിനോടാണ്. ഇനി തിരിച്ചു വരില്ലെന്ന വർത്തമാനമാണ്. നമ്മുടെ ആയുസ്സിൽ നിന്ന് തീർന്നു പോയത് ഒരു വലിയ സമയമാണ്. ഒരു ഉദയവും ഒരു അസ്തമയവും കഴിഞ്ഞടുത്തൊരു ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഓരോ ദിവസവും പുതിയതാണ്. ആ ദിവസങ്ങളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ആയുസ് തീർന്നു പോകുന്നുവെന്നാണ്, അല്ലാഹുവിലേക്ക് മടങ്ങാനുണ്ടെന്നാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടങ്ങുന്നൊരു ദിവസം വന്നു ചേരും. അതിനെ വല്ലാതെ ഭയപ്പെടണമെന്ന് ആലോചിക്കാനുള്ള അടയാളങ്ങളാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാരെ, ജീവിതത്തിന്റെ മൂല്യമുള്ള സമയങ്ങളെല്ലാം അല്ലാഹുവിന് ചെലവഴിച്ചതാണ് ഔലിയാക്കൾ. അവരുടെ ദിക്റും അവരുടെ ഫിക്റും അവരുടെ ശുക്റും അവരുടെ ഹൃദയവും അവരുടെ കണ്ണും അവരുടെ കാതും അവരുടെ ഖൽബുമെല്ലാം അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. ഔലിയാക്കൾ അവരുടെ ജീവിതം മുഴുവൻ ഈ തിരിച്ചറിവ് അവർക്കുണ്ട്. നമുക്കില്ലാതെ പോകുന്നത് ഈ തിരിച്ചറിവാണ്. നമ്മുടെ ആയുസ്സിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന സമയത്തെ കുറിച്ച് നമുക്കൊരു തിരിച്ചറിവില്ലാതെ പോകും. നഷ്ടപ്പെടുത്തി കളയുന്ന സമയങ്ങൾ എത്രയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഓരോ സമയവും അത് അല്ലാഹുവിന്റെ ദിക്റിലായി ലയിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അതുകൊണ്ടാണ് അവര് വഫാത്തായതിനു ശേഷവും അവരുടെ ദിക്ർ ഇവിടെ നിലനിൽക്കുന്നത്. അവര് മരണപ്പെട്ടതിന് ശേഷവും അവരെ അനുസ്മരിക്കാൻ ആളുകൾ ഉണ്ടാകുന്നത്, അവരെ കുറിച്ച് പറയാൻ വേദികൾ ഉണ്ടാകുന്നത്. അവര് ജീവിച്ചിരുന്ന കാലത്ത് അല്ലാഹുവിനെ അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വല്ലാതെ ഇഷ്ടപ്പെടുകയും ദിക്ർ ചൊല്ലുകയും സദാ റബ്ബിലേക്ക് അടുക്കാൻ എന്തൊരു വഴിയാണോ ഉള്ളത്. ചില ഔലിയാക്കളെ കാണാം, അവർ ജനങ്ങളിൽ നിന്ന് അകന്നു നടന്നു. എന്തിനാണ് ജനങ്ങളിൽ നിന്ന് അവർ അകന്നു നടന്നത്? ഏതെങ്കിലും സുഖ സൗകര്യങ്ങൾ ഉൾക്കൊള്ളാനല്ല. അവര് ജനങ്ങളിൽ നിന്ന് നടന്നത് അല്ലാഹുവിലേക്ക്. ജനങ്ങളിൽ നിന്ന് അകന്ന് കാടുകളിൽ പോയി ദിക്ർ ചൊല്ലിയ ആളുകളുണ്ട്, മലകളിൽ പോയി ദിക്ർ ചൊല്ലിയ ആളുകളുണ്ട്, വിജനമായ സ്ഥലങ്ങൾ തേടിപ്പോയി ദിക്ർ ചൊല്ലിയ ആളുകളുണ്ട്. ഒരു മനുഷ്യനും ഇല്ലാത്ത സ്ഥലം അന്വേഷിച്ചു പോയതെന്തിനാ? നല്ല സൗകര്യത്തിൽ താമസിക്കാനല്ല. ഒരാളുമില്ലാത്ത സ്ഥലത്ത് പോയതിന് ഏകാഗ്രതയോടെ ഒരാളും കാണാതെ റബ്ബിനെ ദിക്ർ ചൊല്ലണം എന്ന ചിന്തയിലാണ്. അതുകൊണ്ടല്ലേ സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയെന്ന ഏകൾ കേട്ടാലേ ഇരുന്നോവർ. മഹാനവറുകൾ 25 കൊല്ലം ഇറാഖിന്റെ ബഗ്ദാദിന്റെ വിജനമായ പ്രദേശങ്ങളിലൂടെ, മനുഷ്യവാസമില്ലാത്ത മരുഭൂമിയുടെ വന്യതയിലൂടെ സദാ സമയം ദിക്ർ ചൊല്ലി അല്ലാഹുവിലേക്ക് നടന്നെടുത്തു. അതിനുവേണ്ടിയാണ് ഔലിയാക്കൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, പല സ്ഥലങ്ങളും വിജനമായ പല കാടുകളും പല ഇടങ്ങളും അവരുടെ നാട് തന്നെ ഉപേക്ഷിച്ച് വേറെ നാട്ടിലേക്ക് പോയത് എന്തിനാ? സ്വന്തം നാട്ടിലാകുമ്പോൾ ആളുകൾക്കൊക്കെ അറിയാം അവരുടെ ഒരു സ്വതന്ത്രമായ ഇബാദത്തിന് തടസ്സമാകുമെന്ന് കണ്ടപ്പോൾ വേറൊരു നാട്ടിലേക്ക് അവർ ഇബാദത്തിന് പോവുകയാണ്. അല്ലാഹുവിൽ ലയിച്ചു ചേർന്ന ഹൃദയങ്ങളുടെ ഉടമകളാണ് ഔലിയാക്കൾ. അത് പഠിക്കാനാണ് നമ്മൾ അവരുടെ ഉറൂസുകൾ ഉപയോഗപ്പെടുത്തേണ്ടത്. നമ്മുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ലയിച്ചു ചേരണം. നമ്മുടെ ഹൃദയങ്ങൾ അത് അപകടത്തിലാണ്. അല്ലാഹു നമ്മെ ഈമാനിൽ നിലനിർത്തി തരുമാറാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞു, നമ്മൾ ആലോചിച്ചു നോക്കൂ. ഇശാ നിസ്കാരത്തിന്റെ നിയ്യത്ത് മുതൽ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വരെ അല്ലാഹു അല്ലാത്ത ഒരു ചിന്ത എന്റെ ഖൽബിൽ കടന്നു വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ ഈ സദസ്സിലുണ്ടോ? ആലിമീങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അല്ലാതെ എന്റെ ശബ്ദം കേൾക്കുന്ന സാധാരണക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വരെ അല്ലാഹ് എന്ന ചിന്തയിൽ നിന്ന് വിട്ടുപോകാത്ത ഖൽബുള്ള ഒരു ആരാധന നാം നിർവഹിച്ചിട്ടുണ്ടോ? നമ്മൾ ദുഹർ നിസ്കരിക്കുന്നു, അസ്ർ നിസ്കരിക്കുന്നു, മഗ്രിബ് നിസ്കരിക്കുന്നു, ഇശാ നിസ്കരിക്കുന്നു. അല്ലാഹുവിനെ ഓർക്കേണ്ട നിസ്കാരങ്ങളിൽ പോലും നമ്മുടെ ഖൽബിൽ അല്ലാഹു ഇല്ല. ഔലിയാക്കൾ അങ്ങനെയല്ല. അല്ലാഹുവിനെ ഓർക്കേണ്ട നിസ്കാരങ്ങളും ദുനിയാവിലെ ഓരോ ജീവിതത്തിന്റെ ഘട്ടങ്ങളിലും അവരുടെ ഖൽബിൽ അല്ലാഹു ഉണ്ട്. അല്ലാഹു ആണ് അവർക്ക് ഒന്നാമത്. അല്ലാഹു എന്ന ചിന്തയിലാണ് അവരുടെ ജീവിതമല്ല. അവർ ദുനിയാവിന്റെ പ്രവർത്തനം ചെയ്താലും അവരുടെ ഖൽബ് എപ്പോഴും അല്ലാഹ് അല്ലാഹ് എന്നിങ്ങനെ തുടിച്ചുകൊണ്ടേയിരിക്കും.
ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ഇടയിൽ ഒരു തവണ മാത്രമാണ് ഞാൻ അള്ളാഹുവിനെ മറന്നുപോയത്. അള്ളാഹുരുടെയൊക്കെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ ഓതിപ്പിടിക്കുന്ന മഹാന്മാരായ നമ്മുടെ മുൻഗാമികളുടെ മാതൃകാ പുരുഷന്മാരായ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഇൽമു കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തിയ മഹാരഥന്മാരുടെ ജീവിതങ്ങൾ വായിച്ചോ. അവരുടെ ഓരോ സെക്കൻഡും അല്ലാഹു എന്ന ചിന്തയിലാണ്. ഇന്ന് നമ്മളോ ദുനിയാവിന്റെ ചിന്തയിൽ ആണ് എന്ന് മാത്രമല്ല, നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ യുവതികളെല്ലാം റീൽസുകളിൽ നമ്മുടെ ആയുസ് ഇങ്ങനെ തീർത്തുകളയാണ്. റീൽസുകളിൽ നമ്മുടെ ആയുസ് ഇങ്ങനെ തീർത്തുകളയാണ്. 30 സെക്കൻഡ് 1 മിനിറ്റ് ഇങ്ങനെ മാറി സോഷ്യൽ മീഡിയ വേണം. എല്ലാ സാധനങ്ങൾക്കും ഉപയോഗിക്കുന്നതിന് പരിധിയുണ്ട്. വീട്ടിലെ കത്തി അത് കറിക്കരിയാൻ പറ്റും, മാംസം മുറിക്കാൻ പറ്റും, മറ്റുള്ള ഉപയോഗത്തിനുള്ളതാണ്. അതിന്റെ ഉപയോഗം അതിര് കടന്നാൽ ഒരുപക്ഷെ ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തേക്കും. നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ, ആധുനിക സാങ്കേതിക വിദ്യകൾ നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത്തരം സാങ്കേതിക വിദ്യകളിൽ പക്ഷേ നമ്മുടെ കൽബും നമ്മുടെ കണ്ണും നമ്മുടെ കാതും എല്ലാം അതിൽ സമർപ്പിച്ചിരിക്കുന്ന ആളുകളുടെ കാലത്താണ് നമ്മുടെ മക്കളൊക്കെ ഇന്ന് ഫോണുകൾക്ക്, സ്ക്രീനുകൾക്ക് അഡിക്റ്റായ ഒരു കാലത്താണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്ക്രീനോമാനിയ രോഗമായി തന്നെ കുട്ടികളുടെ മുന്നിലുണ്ട്. സ്ക്രീൻ ഉപയോഗിച്ച് അതിന് അഡിക്റ്റായി പോവുക. സ്ക്രീനിലേക്ക് കണ്ണു നട്ടിരുന്നാൽ പിന്നെ ദുനിയാവിന്റെ ഒരു ചിന്തയും അവനിലേക്ക് വരാനില്ല. പണ്ട് ഔലിയാക്കളുടെ ചരിത്രം പറയുമ്പോഴാണ് നമ്മൾ പറയാ, ഇബാദത്ത് ചെയ്യുന്നതിനിടയിൽ അവർക്ക് ദുനിയാവുമായി ഒരു ബന്ധവും ഇല്ല. ദുനിയാവുമായി ഒരു ബന്ധവുമില്ല നമ്മൾ പറയും ഇബാദത്ത് ചെയ്യുന്നതിനിടയിൽ. ഇന്നതിന്റെയൊക്കെ ഉദാഹരണങ്ങളാണ് നമ്മുടെ മക്കൾ. അവരെ സ്ക്രീനിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദുനിയാവുമായി ഒരു ബന്ധമില്ല. ചുറ്റും നടക്കുന്നതൊന്നും അവരറിയുന്നില്ല. പക്ഷേ അധിക സമയങ്ങൾ ഇതിൽ ചെലവഴിക്കുന്നതിലൂടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മനസ്സിലാക്കാൻ കൂടിയാണ് നമ്മുടെ മക്കളുടെ ഓർമ്മശക്തിക്ക് തകരാറുകൾ വരും, കാഴ്ചശക്തിക്ക് പ്രയാസങ്ങൾ വരും. നമ്മുടെ ചെറിയ മക്കളിൽ ഇന്ന് വ്യാപകമായി പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടാൻ അത് കാരണമാകുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുഞ്ഞുമക്കൾ, സ്ക്രീനുകൾക്ക് അടിമപ്പെട്ടുപോയ കുഞ്ഞുമക്കൾ, ആ കുഞ്ഞുമക്കൾക്ക് സമയമാകുമ്പോൾ സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നവർ, ബ്രെയിനിന്റെ വളർച്ച നഷ്ടപ്പെടുന്നവർ, ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ ഫോണുകൾ ഉപയോഗിക്കാൻ കൊടുക്കുന്ന ഉമ്മമാരുടെ കാലത്തു കൂടിയാണ് നമ്മൾ. ചെറിയ കുഞ്ഞു മുതൽ വീട്ടിലെ വലിയ തള്ളമാർ വരെ, പ്രായമുള്ള ആളുകൾ വരെ, മരിക്കാറായ ആളുകൾ വരെ ഇന്ന് റീഡ് ചെയ്യുന്ന കാലമാണ്. വല്യമ്മമാരുടെയൊക്കെ ഡാൻസ് കാണാം. സുബ്ഹാനല്ലാഹ്. കണ്ടാ നമ്മൾ വിചാരിക്കും മൗലിദ് കിതാബ് എടുത്തുകൊണ്ട് ഓതുന്നത് പോലെ ഇരിക്കാം. മൗലിദിന്റെ ട്യൂണിലാണ് സിനിമാ ഗാനങ്ങളൊക്കെ പാടുക. അതിനൊപ്പിച്ച് ഇങ്ങനെ താളം തുള്ളുന്ന കുറെ ഉപ്പമാര്, വല്യുപ്പമാര്, ഉമ്മാമ്മമാരൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്, ആക്റ്റീവായിട്ടുണ്ട്. അവരുടെ മക്കളെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഉമ്മമാര് കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങളൊക്കെ ലോകം മുഴുവനും കണ്ട് പരിഹസിക്കുമ്പോ, അവരെ മോശപ്പെടുത്തുമ്പോ, എന്റെ ഉമ്മ പരിധി വിട്ട് പെരുമാറുന്നത് കാണുമ്പോ ആ ഉമ്മയെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്ത മക്കളും ലോകത്തുണ്ട്. ഉമ്മമാരുടെ വീഡിയോ എടുത്തുന്നപ്പോ നെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് മക്കൾ തന്നെയാണ്. വല്യുമ്മ ഒന്ന് ഡാൻസ് കളിച്ചാൽ ഞാനിതെടുത്തിട്ട് നെറ്റിൽ അപ്ലോഡ് ചെയ്യാം. ഏതായി വല്യുമ്മ? ഷുഗറും പ്രഷറും എല്ലാം ഉള്ള വല്യുമ്മ. ഉടനെ തന്നെ ഇസ്രായേൽ വിസയും പാസ്പോർട്ടും ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്, കൊണ്ടുപോയാൽ മാത്രം മതി. ആ വല്യുമ്മ സിനിമാ പാട്ട് ഇട്ടിട്ട് ഇൻസ്റ്റഗ്രാമിൽ തുള്ളുന്നു. ആ ഉമ്മയുടെ റീൽ എടുത്തിട്ട് ലോകം മുഴുവനും കാണുന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന മക്കളുണ്ട്. അവർക്ക് കിട്ടുന്ന തെറിവിളികൾ, അവരുമായി ബന്ധപ്പെട്ട് വരുന്ന കമന്റുകൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ ഉമ്മമാരുടെ, വല്യുപ്പമാരുടെ മാനവും അഭിമാനവും വരെ സോഷ്യൽ മീഡിയകളിൽ ഇട്ടിട്ട് വഷളാക്കുന്ന ഒരു കാലത്താണ് നമ്മൾ. അങ്ങനെ എത്രയാണ് ചെറുപ്പക്കാർ, നാട്ടുകാർ, കൂട്ടുകാർ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉപയോഗങ്ങൾ പലതും പരിധി കടന്നിട്ട് നമ്മളൊക്കെ അതിന് അഡിക്റ്റായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. റീലുകളിൽ കാണുന്നത് പോലെ ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളുടെ കാലം വരുന്നു. എന്റെ കല്യാണം അത് റീലുകളിലൊക്കെ കണ്ടതുപോലെ ആകണം. റീൽസിലൊക്കെ കാണുന്ന കല്യാണം ഉണ്ടല്ലോ, അതുപോലെ ആകണം എന്റെ കല്യാണം. 3-4 ദിവസം മുമ്പേ, 5-6 ദിവസം മുമ്പേ അതിന്റെ ആഘോഷങ്ങളും ആട്ടങ്ങളും പാട്ടങ്ങളും എല്ലാം തുടങ്ങണം. ഹറാമുകൾ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ കല്യാണ സദസ്സുകൾ മാറുകയാണ്. ഞാൻ ഈ പരിസരത്തൊക്കെയുള്ള പ്രഭാഷണങ്ങളിൽ അത് പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഇന്നലെ പൈക്കം ഉറൂസിലും ഞാൻ പറഞ്ഞിരുന്നു. മുസ്ലിം സഹോദരങ്ങളുടെ വീട്ടിലേക്ക് ഇതര മതസ്ഥരുടെ ആചാരങ്ങൾ വരെ വന്നു കയറിയിട്ടുണ്ട്. മഞ്ഞക്കല്യാണം ആരുടെ ആചാരം? ഇവിടെ ഇല്ലേ ഉസ്താദ്? മഞ്ഞക്കല്യാണം
ഉസ്താദ് ഒരു ഡിപ്ലോമാറ്റിക് മറുപടിയൊക്കെ ഉണ്ടോ? മഞ്ഞ കല്യാണം ഉണ്ട്, ചിലയിടത്തൊക്കെ ഉണ്ട്. ഉസ്താദ് വളരെ തന്ത്രപൂർവ്വം ഒരു ഹിക്കുമത്തിൽ ഡിപ്ലോമാറ്റിക് മറുപടിയാണ് പറഞ്ഞത്. ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലാന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം മൂപ്പർക്കറിയാം പ്രസംഗിക്കുന്ന ആൾ ഇത് കഴിഞ്ഞിട്ട് നാളെ കൊല്ലത്തേക്ക് പോകും, മൂപ്പരോട് നിൽക്കണ്ട, തടി കേടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മൂപ്പര് മറുപടി പറഞ്ഞത്. ഈ മഞ്ഞ കല്യാണം ആരുടെ ആചാരമാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മഞ്ഞയിൽ കുളിപ്പിച്ച് മഞ്ഞ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് മഞ്ഞളിൽ മുങ്ങി നിവർന്നു വരുന്ന പുതിയ പെണ്ണിനെ കണ്ടിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്ന പാപ്പമാരൊക്കെ ഉണ്ട്. മഞ്ഞ കല്യാണം ഉത്തരേന്ത്യയിലെ ഹൈന്ദവ സഹോദരങ്ങളുടെ ആചാരമാണ്. ഹൈന്ദവ സഹോദരങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ വിവാഹത്തിന്റെ ഭാഗമായും മറ്റുമൊക്കെ അവർ കൊണ്ടു നടക്കുന്ന ആചാരങ്ങൾ. ആ ആചാരം എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന നിന്റെ വീട്ടിൽ വന്നു കയറിയതെന്ന് നീ ആലോചിച്ചു നോക്ക്. അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നു, അന്ത്യദൂതരാണെന്ന് വിശ്വസിക്കുകയും കലിമയിൽ ഉറച്ചു ജീവിച്ച് മരിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഇതര മത സുഹൃത്തുക്കളുടെ ആചാരങ്ങൾ എങ്ങനെ നമ്മുടെ ഭവനങ്ങളിൽ വന്നു? ഹൃദയം തുറന്ന് നമ്മളൊക്കെ ആലോചിക്കാനാണ്. അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ മുൻഗാമികൾ ത്യാഗം സഹിച്ച് 90 കഴിഞ്ഞതിന് ശേഷവും പടക്കളത്തിൽ ഇറങ്ങാൻ പ്രയാസമൊന്നുമില്ലാതെ ജീവൻ കൊടുത്ത് സംരക്ഷിച്ച ഒരു മതത്തെ നാളെ മഹ്ശറയിൽ പിടിച്ചു നിർത്തിയിട്ട് ആ ദീനിനെ നീ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയേണ്ടി വരും. ചെറുപ്പക്കാരെ, ഉപ്പമാരെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര ദുരാചാരങ്ങൾ ഇന്ന് വിവാഹത്തിന്റെ പേരിൽ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് വന്നു. എത്രയെല്ലാം ദുരാചാരങ്ങൾ. അതാര് കാണിച്ചാൽ വിവാഹത്തിന്റെ പേരിലുള്ള പേക്കൂത്തുകൾ കാണിക്കുന്നത് നാട്ടിലെ സമ്പന്നനായിക്കോട്ടെ മറ്റാരുമായിക്കോട്ടെ, ആര് കാണിച്ചാലും ഹറാം ഹറാമു തന്നെയാണ് എന്ന് വിളിച്ചു പറയണം. ഹറാം ഹറാമു തന്നെയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകളെ പുറങ്കാല് കൊണ്ട് തട്ടുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഇത് തെറ്റാണെന്ന് കല്യാണപ്പുരകളിൽ വിളിച്ചു പറയാൻ പറ്റുന്ന ഈമാനുള്ള ഏതെങ്കിലും ഒരാളുണ്ടാവണം. ഹറാമിന്റെ ആട്ടവും പാട്ടും നടക്കുമ്പോ ഇത് തെറ്റാണ്, നീ നാളെ റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് ആർജവത്തോടെ നട്ടല്ലോടെ വിളിച്ചു പറയാൻ പറ്റുന്നവരുണ്ടോ? ഒരു മഹല്ലിൽ നിന്ന് അങ്ങനെ ഒരു 10 ആളുണ്ടെങ്കിൽ ഈ ദുരാചാരങ്ങളെ നമുക്ക് പടികടത്താൻ പറ്റും. ഒരു മഹല്ലിലെ ഖത്തീബും പ്രസംഗിച്ചത് കൊണ്ട് അവസാനിക്കില്ല, ഒരു മഹല്ലിലെ മുഅദ്ദിനും പ്രസംഗിച്ചത് കൊണ്ട് അവസാനിക്കില്ല, വഅദ് പരമ്പരകൾ കൊണ്ട് അവസാനിക്കില്ല. ആ നാട്ടിലെ ആർജവമുള്ളവർ മുന്നോട്ട് വരട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ പുറങ്കാല് കൊണ്ട് തട്ടുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഇത് ഹറാമാണ്, ഇത് അനുവദിച്ചു തരില്ല എന്ന് വിളിച്ചു പറയാനുള്ള ഈമാനുണ്ടോ? ഇത് പറ്റില്ല, ഇത് ഹറാമാണ്. ഒരു 10 ആളുകൾക്ക് എന്ത് തോന്നിവാസമാണ് ഈ ദീനിന്റെ പേരിൽ നീ കാണിക്കുന്നതെന്ന് മുഖത്ത് നോക്കി ചോദിക്കാൻ പറ്റിയ മുൻഗാമികളുടെ പാരമ്പര്യവും വീര്യവുമുള്ള മനുഷ്യരുണ്ടോ? നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നല്ലോ. വെടിവെക്കാൻ വന്നു നിന്നവന്റെ മുന്നിലും തങ്ങളുടെ കണ്ണും തങ്ങളുടെ ശരീരവും ബന്ധിക്കേണ്ടതില്ല, വെച്ചോളൂ, ഞങ്ങൾ പിടഞ്ഞു വീഴാൻ തയ്യാറാണെന്ന് പറഞ്ഞ മഹാരഥന്മാരായ മുൻഗാമികൾ ഇവിടെ ഇല്ലേ? ഈ രാജ്യത്തിനു വേണ്ടി പടപൊരുതി വീരേതിഹാസം രചിച്ച മുൻഗാമികളുടെ പിൻഗാമികളല്ലേ നമ്മൾ? ഈ മഹാരാജ്യം പിടിച്ചടക്കാൻ വന്ന വൈദേശികരോട് സന്ധിയില്ല സമരം നടത്തിയവരല്ലേ? ആയിരങ്ങൾ ആർത്തലച്ചു വന്ന ബദറിന്റെയും ഉഹദിന്റെയും മണ്ണിൽ ഹൃദയം വിരിമാറും വിരിച്ചു നെഞ്ചു വിരിച്ചു നിന്ന മഹാരഥന്മാരായ സ്വാലിഹീങ്ങളുടെ ചരിത്രം നമ്മുടെ കൂടെ ഇല്ലേ? നമ്രൂദുമാരുടെ കൊട്ടാരത്തെ ഇളക്കി മറിച്ച ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിൻഗാമികളല്ലേ? നമ്മൾ ആരെയാണ് പേടിക്കുന്നത്? അടുത്ത കല്യാണത്തിന് നിങ്ങളെ വിളിക്കില്ലായിരിക്കും, അതൊരു പ്രശ്നമല്ല. ഈ തോന്നിവാസം ദീനിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന ഏത് ഹാജിയാരാണെങ്കിലും അവന്റെ മുഖത്ത് നോക്കി ഇത് തെമ്മാടിത്തരമാണ് എന്ന് വിളിച്ചു പറയാൻ നട്ടലുള്ള യുവാക്കൾ മഹല്ലുകളിൽ ഉണ്ടാകട്ടെ, മഹല്ല് കമ്മിറ്റികൾ ഉണ്ടാകട്ടെ. അതെത്ര വലിയ സമ്പന്നനാണെങ്കിലും ദീനിന്റെ പേരിൽ ഈ ധിക്കാരം അനുവദിച്ചു തരില്ലെന്ന് പറയാൻ പറ്റുന്ന ആൺകുട്ടികൾ മഹല്ലുകളിൽ ഉണ്ടാവട്ടെ. അവിടെയാണ് ധീരമായ ഇടപെടൽ എന്ന് പറയുന്നത്. അതാണ് പോരാട്ടം. അതല്ലാതെ ഒരു ഉസ്താദ്, നാട്ടുകാർ മുഴുവനും ഹറാമിന്റെ ഭാഗത്ത്, ഉസ്താദ് മാത്രം ഇതിനെതിരെ പ്രസംഗിക്കുക, അതല്ല. സധൈര്യം ഇടപെടാൻ പറ്റുന്ന ആളുകളുണ്ടാവും. ഈ ഹറാമിന് ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറയാൻ പറ്റുന്നവരുണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ ഒരു 10 കല്യാണ പന്തൽ നടന്നാലോ? വളരെയേറെ ആർജവത്തോടെ വല്യപ്പന്മാര്, കാരണവന്മാർ എഴുന്നേറ്റ് നിന്നിട്ട് ഹറാം, എന്തൊക്കെ ഹറാമുകളാണ്. പുതിയാപ്പള വരുന്ന സദസ്സിൽ വരെ
മഹാന്മാരായ തങ്ങന്മാര്, സാദാത്തുക്കള്, ആലിമീങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സിൽ വരെ സിനിമാ ഗാനങ്ങൾ ഒച്ചത്തിൽ വെക്കുന്ന ആളുകൾ ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തുണ്ട്. ഞാൻ തുറന്നു പറയാറുണ്ട് എല്ലാ സദസ്സിലും. ഇവരൊക്കെ വിചാരിക്കുന്നത് ആടിയും പാടിയും തിന്നും കുടിച്ചും ഹറാമ് കേട്ടും ഇങ്ങനെ നടത്തുന്ന കല്യാണങ്ങൾ, ഒരു സയ്യിദിനെ കൊണ്ടുവന്ന ഒരു നിക്കാഹ് നടത്തിയാൽ അള്ളാഹു ഇതൊക്കെയാണ് പൊരുത്തപ്പെടും എന്നാണ് പലരും വിചാരിക്കുന്നത്. നമ്മൾ വഴിതെറ്റുന്ന തലമുറയെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഈ തലമുറകൾ വഴിതെറ്റി പോകാനുള്ള കാരണം എന്താണ് നമ്മൾ ആലോചിക്കാറ്? നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നിന്ന്, ചടങ്ങുകളിൽ നിന്ന്, ഇടപാടുകളിൽ നിന്ന് ദീന് എപ്പോൾ അപ്രത്യക്ഷമായോ, അള്ളാഹുവിന്റെ മതത്തിൽ നിന്ന് നമ്മൾ എപ്പോൾ പിന്തിരിയാൻ തുടങ്ങിയോ, അതിന്റെ ചിട്ടകളും നിഷ്ഠകളും എപ്പോൾ നമ്മൾ വലിച്ചെറിയാൻ തുടങ്ങിയോ, അപ്പോഴാണ് നമ്മുടെ അടുത്ത ഒരു തലമുറ ദീനിന്റെ നിയമങ്ങളിൽ നിന്ന് പിന്മാറാൻ തുടങ്ങി. നമ്മൾ അതിൽ നിന്ന് പിന്മാറി കാണിച്ചപ്പോൾ ഈ കൂത്തുകളെല്ലാം നടക്കുന്ന കല്യാണങ്ങളിൽ നിന്ന് ഇനി പറക്കാൻ പോകുന്ന ഒരു തലമുറയുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോഴത്തെ ഒരു തലമുറയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കഞ്ചാവ്, വിവിധ തരത്തിലുള്ള ഡ്രഗ്സുകൾ ഓരോ ദിവസവും പിടിച്ചതായി പത്രമാധ്യമങ്ങളിൽ വായിക്കുക. ഇന്നലെ കോർബ എക്സ്പ്രസ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ തിരുവനന്തപുരത്തെ RPF പരിശോധിക്കുന്നതിന്റെ ഇടയിൽ ആളുകളൊക്കെ ഇറങ്ങിപ്പോയി. വലിയ 2 ചാക്ക് കെട്ടി 27 കിലോ കഞ്ചാവാണ് ട്രെയിനിൽ കൊണ്ടുപോയി. അത് പുറത്തു കൊണ്ടുപോകാൻ ധൈര്യമില്ലാത്തത് കൊണ്ടായിരിക്കുമോ മറ്റോ ട്രെയിനിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു. പല വാഹനങ്ങളിൽ, പല ഇടങ്ങളിൽ നമ്മൾ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഇവിടെ എല്ലാം അത്യാധുനിക ഡ്രഗ്സുകൾ, സിന്തറ്റിക് ഡ്രഗ്സുകൾ 1-2 തവണ ഉപയോഗിക്കുന്നതിലൂടെ അടിമകളായി പോകുന്ന തരത്തിലുള്ള അതിമാരകമായ ലഹരി മരുന്നുകൾ വിറ്റഴിക്കപ്പെടുന്ന കാലമാണ് ഇന്ന്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ അടുത്ത തലമുറ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇനി വരാനുള്ള ഒരു കാലത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചു. ഈ ഹറാമുകളൊക്കെ കൂടിക്കലർന്ന ബന്ധങ്ങളിൽ നിന്ന് പിറന്നു വീണ മക്കൾ, ആ മക്കൾ നമ്മുടെ മക്കളല്ലേ? നമ്മുടെ നാടും നമ്മുടെ ദീനും നമ്മുടെ സമ്പത്തും നമ്മുടെ കുടുംബവും നമ്മുടെ പാരമ്പര്യവും ഒക്കെ നിലനിർത്തേണ്ടത്. ആ മക്കൾ വഴിതെറ്റിപ്പോയാലോ? നമ്മുടെ ആ തലമുറകളിലെ ദീന നിലനിർത്തണം. ഇബ്രാഹിമു ബനീഹി വയഅഖൂബു യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ദണ്ണം വബാവാ സൂരിയും മറ്റുള്ള ദീനമടങ്ങലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ചൊല്ലലാ ഇലാഹ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരായ നബിമാർ അവരുടെ മക്കളെ ഉപദേശിച്ച രംഗം ഖുർആൻ പറയുകയാണ്. മുൻഗാമികളായ പ്രവാചകന്മാർ അവരുടെ മക്കളെ ഉപദേശിക്കുകയാണ്, അവരോട് വസിയ്യത്ത് ചെയ്യുകയാണ്. ഓ പ്രിയപ്പെട്ട മക്കളെ, അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുമോ? അതുപോലെ ഈമാനോടെ മരണപ്പെടാൻ പ്രയത്നിക്കുമോ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകല്ല. മഹാന്മാരായ പ്രവാചകന്മാർ ഉപദേശിച്ചു എന്ന് ഖുർആൻ. മുസ്ലിമായി ജനിച്ചതുകൊണ്ട് മുസ്ലിമായി മരിക്കണമെന്നില്ലല്ലോ. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുകയല്ലേ, രാവിലെ മുസ്ലിമാകുന്നവൻ, രാവിലെ മുസ്ലിമായിരുന്നവൻ വൈകുന്നേരം കാഫിറാകുന്ന കാലം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ മുസ്ലിമായിരുന്നവൻ വൈകുന്നേരം കാഫിറാകുന്ന കാലം വരും. വൈകുന്നേരം കാഫിറായവൻ നേരെ തിരിച്ച് രാവിലെ മുസ്ലിമാകുന്ന കാലം വരും. മുഅ്മിനേ,
അങ്ങനൊരു കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുമുള്ള വാർത്തകൾ നമ്മളോട് പറയുന്നത്, രാവിലെ മുസ്ലിമായവൻ വൈകുന്നേരം മുർത്തദ്ദായി ദീനിൽ നിന്ന് പുറത്തുപോയി അല്ലാഹുവിന്റെ ദീന് വലിച്ചെറിഞ്ഞ് അതേ പരിശുദ്ധ ദീന് വിട്ട് കാഫിറാകുന്ന കാലമല്ലയോ? ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായി ലോകത്തുനിന്ന് മരണപ്പെടണമെന്ന ചിന്ത നമ്മുടെ കൽബിലെപ്പോഴും വേണം. അങ്ങനെ മുസ്ലിമായി മരണപ്പെടണമെങ്കിലോ അല്ലാഹുവിൽ ഭയപ്പെട്ടുള്ള ജീവിതം വേണം. ഹബീബായ നബി തങ്ങളെ പിൻപറ്റുന്ന ജീവിതം വേണം. അതില്ലാതെ നമുക്ക് അവസാന സമയം ഈമാനോടെ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചാലല്ലാതെ അവന്റെ സഹായം കിട്ടിയാലല്ലാതെ ഈമാനോടെ വിട പറയാനാകൂല. എപ്പോഴും നമ്മളുടെ ഈമാനിനെ കുറിച്ച് വലിയ ചിന്ത വേണം. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഓ പ്രിയപ്പെട്ട മിത്രങ്ങളെ, നിങ്ങളെപ്പോഴും അല്ലാഹുവിനെ തൊട്ട് ചിന്തിക്കണം. നമ്മുടെ ഈമാനിനെ കുറിച്ച് ആലോചിക്കണം. അത് ഊരിപ്പോകുമോ എന്ന ഭയം കൽബിലെപ്പോഴും വേണം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഒരു പേടിയുണ്ടാകണം. ഈമാൻ ഊരിപ്പോകുമോ എന്ന ഭയം വേണമെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഈമാൻ നഷ്ടപ്പെടുമോ എന്ന ഭയം എപ്പോഴും കൽബിൽ വേണം. അത് നഷ്ടപ്പെട്ടു പോയാലോ, ഈമാനില്ലാതെ ചത്തുപോയാലോ, അതേ വല്ലാതെ പടച്ചവനെ പേടിച്ചപ്പോഴും ചോദിക്കണം. മഹാനായ സയ്യിദുനാ യൂസുഫ് സിദ്ദീഖ് അലൈഹിസ്സലാം ചരിത്രത്തിൽ വലിയ പ്രയാസം അനുഭവിച്ച നേതാവല്ലയോ? അവസാനം അതിനെല്ലാം പ്രതികാരം ചെയ്യാൻ പറ്റുന്നൊരവസരം വരുമ്പോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം റബ്ബിനോട് ദ്വാരക്കുകയാണ്. പടച്ചവനെ, എന്നെ കിണറ്റിലെറിഞ്ഞവർ, അടിമക്കമ്പോളത്തിൽ വിറ്റവർ, ജയിലിലടച്ചവർ, എന്നെ എന്റെ വാപ്പയിൽ നിന്നകറ്റിക്കളഞ്ഞവർ, എന്നെ എല്ലാ നിലയിലും നശിപ്പിക്കാൻ ഒരുങ്ങി വന്നവർ, അവരെ എന്റെ കൺമുന്നിൽ കിട്ടിയിട്ടുണ്ട്. അവരെ എനിക്കെന്തും ചെയ്യാൻ പറ്റുന്ന അവസരം വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുകയാണ്. പകരമോ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് നമ്മുടെ കൽബിൽ എപ്പോഴും വേണ്ട ചിന്തയാണ് ഈമാനോടെ ജീവിക്കണമെന്ന ചിന്ത. നമ്മുടെ മക്കൾ ഈമാനിലായിരിക്കണമെന്ന ചിന്ത. അവരുടെ ഈമാൻ ഉറപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അത് നമുക്കുള്ളതാണെന്ന ചിന്ത. എൻ്റെ മകന് ഈമാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഞാനാണ്. അവനെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തേണ്ടത് ഞാനാണ്. എൻ്റെ മകൾക്ക് ഈമാൻ പറഞ്ഞു കൊടുക്കേണ്ടത് ഞാനാണ്. ദുനിയാവിന്റെ അഴുക്കുചാലുകളിൽ വ്യത്യസ്തമായ കാഴ്ചകളുടെ മേച്ചിൽ പുറങ്ങളിൽ ഈമാനും തഖ്വയും വലിച്ചെറിയുന്ന കാലത്ത് ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കുമോ? അതിലധിഷ്ഠിതമായി ജീവിക്കുമോ? എല്ലാ കാര്യങ്ങളിലും ഒന്നാമത്തെ ചിന്ത വരേണ്ടത് എവിടെയാണ്? അല്ലാഹുവിലേക്കാണ്. അല്ലാഹ് നീ ഇത് പൊരുത്തപ്പെടുമോ?
അല്ലാഹു ആകുന്ന രക്ഷിതാവ് എന്റെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുമോ? അവന്റെ പൊരുത്തത്തിലാണോ ഞാൻ ജീവിക്കുന്നത്? അവൻ ഇഷ്ടപ്പെട്ട പണിയാണോ ഞാൻ ചെയ്യുന്നത്? ഈ ചിന്ത കൽവിൽ വരാതെ പോകരുത്. അല്ലാഹുവിനെ മുൻനിർത്തി ആലോചിച്ചവരാണ് മഹാന്മാരായ ഔലിയാക്കളെല്ലാം. ഉഹദിന്റെ ചരിത്രം പറയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത പേരാണ് വബിഹംസത്തിൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദാഇ. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ആരാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹോദര സ്ഥാനം അലങ്കരിച്ചവരാണ്. ഒരു ഉമ്മയിൽ നിന്ന് പാല് കുടിച്ചവരാണ്. പാലൂട്ടാൻ കൊണ്ടുപോകുന്നയാൾ, ആ കാലത്ത് പാലൂട്ടി കൊടുക്കുന്നയാൾ ഒരേ ഉമ്മയിൽ നിന്ന് പാലൂട്ടാൻ ഭാഗ്യം കിട്ടിയ ആളുകളാണ്. സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ദീനിലേക്ക് വരുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാധനയിലായിരിക്കുന്ന നേരത്ത് അബൂജഹൽ മുസ്തഫായ നബി തങ്ങളെ മേലേക്ക് മണ്ണ് വാരി എറിഞ്ഞു, അസഭ്യം പറഞ്ഞു, മോശം പറഞ്ഞു, ദ്രോഹങ്ങൾ അഴിച്ചുവിട്ടു. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു നായാട്ടിന് പോയ നേരമാണ്. അവിടുന്ന് നായാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മക്കയിൽ കണ്ടുമുട്ടിയ ആളുകൾ ചോദിക്കാണ്, ഹംസ നിങ്ങളിങ്ങനെ കേമനായി നടന്നോ? നിങ്ങളുടെ പ്രിയപ്പെട്ട മുഹമ്മദിനെ, നിങ്ങളുടെ സഹോദരന്റെ മകനായ മുഹമ്മദിനെ അതാ അബൂജഹൽ ഉപദ്രവിച്ചു ഹംസ, അവരെ ദ്രോഹിച്ചു ഹംസ. തന്റെ വില്ലും കൊണ്ട് നടക്കുകയാണ്. അബൂജഹൽ ഇരുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട്, ആരാണ് എന്റെ മുഹമ്മദിനു നേരെ കൈ ഉയർത്തിയത്? ആരാണ് എന്റെ മുഹമ്മദിനു നേരെ കൈ ഉയർത്തിയത്? ആരാണ് എന്റെ സഹോദരന്റെ മകനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത്? അബൂജഹൽ പേടിച്ചരണ്ട നേരത്ത് പ്രഖ്യാപിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതാണോ മുഹമ്മദ് ചെയ്യുന്ന അപരാധം? എന്നാൽ അബ്ദുൽ മുത്തലിബിന്റെ മകൻ ഹംസയും അതിൽ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് എന്ന ഖുറൈശി കുടുംബത്തിലെ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയുടെ ദേഹത്ത് കൈവച്ചവനെ, എന്റെ ദേഹം ഇതാ, ഞാനിതാ സാക്ഷ്യം പ്രഖ്യാപിക്കുകയാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിലും അവന്റെ റസൂലിലും ഉച്ചയിസ്തരം വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഞാനും ആ വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്നെ തൊടൂ. ഏത് അബൂജഹലിനാണ് ധൈര്യമുള്ളത്? ഏത് മക്കയിലെ പോക്കരികൾക്കാണ് ധൈര്യമുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചവനാണു ഞാൻ. എന്റെ നേരെ കൈയൂങ്ങാൻ പറ്റിയവനുണ്ടോ? ആ സദസ്സ് നിശബ്ദമാണ്. ചീറ്റപ്പുലിയെ പോലെ ഇസ്ലാമിന്റെ പ്രഖ്യാപനം നടത്തി. കഅബാലയത്തിന്റെ ചാരത്തേക്ക് വന്ന് കഅബയുടെ മുന്നിൽ നിന്ന് അല്ലാഹുവിനോട് കൈ ഉയർത്തി ദ്വാരക്കുകയാണ്. അല്ലാഹ്, എനിക്ക് സത്യത്തിന്റെ ബോധനം നൽകണേ അല്ലാഹ്, വിശ്വാസത്തിന്റെ മധുരം നൽകണേ അല്ലാഹ്. അബൂജഹലിന്റെ മുന്നിൽ ഞാനത് പ്രഖ്യാപിച്ചെങ്കിലും അത് ശരിയായി എന്റെ ഖൽബിൽ ഉറപ്പിച്ചു നൽകണേ അല്ലാഹ്. ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമായി നടക്കുകയാണ്. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. മോനെ മുഹമ്മദേ, വേദനിച്ചോ? അവർ
നിന്നെ തല്ലിയോ, ശരീരത്ത് മണ്ണ് വാരിയെറിഞ്ഞോ, മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടോ. വാപ്പയുടെ അനുജനാണ്, കളിക്കൂട്ടുകാരനാണ്, ഒരേ ഉമ്മയിൽ നിന്ന് പാലൂട്ടിയവരാണ്, പാല് കുടിച്ചവരാണ്. ഹബീബായ നബി തങ്ങളെ ചേർത്തു പിടിക്കുകയാണ്. അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയാണ്. അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, മോൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് സാക്ഷ്യം പറയുകയാണ്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് അല്ലാഹുവിന്റെ മതത്തിന് ഇസ്സത്ത് നൽകിയ നേതാവാണ് അസദുല്ലാഹ്, അസദുൽ ഇലാഹ് സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു. അവരുടെ ജീവിതം എത്ര മഹത്വമുള്ള ജീവിതമാണ്. ബദറിലേക്ക് ഇറങ്ങുന്ന നേരത്ത് മുസ്തഫായ നബി തങ്ങളുടെ കൂടെയാണ്. പറഞ്ഞോ, ഏത് പോരാട്ടമാണ് നടത്തേണ്ടത്? ബദറിന്റെ പോർക്കളത്തിൽ മുസ്ലിമീങ്ങളുടെ കുടിവെള്ളം തടയാൻ വരുന്നവനോട് പോരടിക്കണമോ? ഹംസ റളിയല്ലാഹു അൻഹു തയ്യാറാണ്, ഇറങ്ങുകയാണ്. അതാ പോരാട്ടത്തിന്റെ മുന്നിലുണ്ട്. ആദ്യം പടക്കളത്തിൽ ഇറങ്ങുകയാണ്. വീരേതിഹാസം രചിച്ച പേരാണ്. ബദറിലേക്ക് വന്ന ശത്രുക്കൾ മുഴുവനും അമ്പരന്നു നിൽക്കുന്ന നേരത്ത് മക്കയിലെ ശത്രുക്കളിൽ പ്രധാനിയായ ശൈബത്തിന്റെ ജീവനെടുത്ത പേരാണ് ഹംസ റളിയല്ലാഹു അൻഹു. അല്ലാഹു കൊടുത്ത ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബിൽ ഈമാൻ ഉറപ്പിച്ചു നൽകട്ടെ, ഇഖ്ലാസ് നൽകട്ടെ, തഖ്വ നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നീക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ, ബദറിന്റെ മണ്ണിൽ അവർ നടത്തിയ പോരാട്ടം തുല്യതയില്ലാത്ത പോരാട്ടമാണ്. ശൈബത്തിനെ വധിച്ചു കളഞ്ഞൂന്ന് മാത്രമല്ല, മക്കയിലെ ഖുറൈശികൾ അവരുടെ നേതാവായി ബദറിലേക്ക് അവതരിപ്പിച്ച ഉത്ബത്തിന്റെ ജീവനെടുത്തതും ഹംസത്തുൽ കറാറാണ്. ആ ബദറിന്റെ മണ്ണില് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വാള് വിപ്ലവം രചിക്കുകയാണ്. ആ വഴികളെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തെ പ്രബോധനം ചെയ്യാനുള്ള വീഥി തുറക്കുകയാണ്. അവിടെ നിന്ന് മാറിയവര് മക്കയിലെത്തിയ നേരത്ത് ബദറിൽ തോറ്റുപോയ ഖുറൈശികളോട് മക്കയിലെ വീടുകൾ ചോദിച്ചു, ആരാണ് നിങ്ങൾക്ക് ഇത്രയേറെ പ്രയാസമുണ്ടാക്കിയത്? ആരാണ് നമ്മുടെ ആളുകളെ നശിപ്പിച്ചു കളഞ്ഞത്? എല്ലാവരും പറഞ്ഞ പേര് മുഹമ്മദിന്റെ ഇടത്തും വലത്തും, മുഹമ്മദിന്റെ മുന്നിലും പിന്നിലും, മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ കൂടെ വാളുകൊണ്ടൊരു സിംഹമുണ്ടായിരുന്നു. അവരാണ് ബദർ ജയിച്ചത്, അവരാണ് ഉത്ബത്തിന്റെ തലയറുത്തെറിഞ്ഞത്, അവരാണ് ശൈബത്തിനെ പറഞ്ഞയച്ചത്, അവരാണ് മക്കയിലെ മല്ലന്മാരുടെ ഉറക്കം കെടുത്തിയത്. അതാരാണ്? അത് ഖുറൈശി തറവാട്ടിലെ അബ്ദുൽ മുത്തലിബിന്റെ മകൻ ഹംസയാണ്. മുഹമ്മദിന്റെ സഹോദരനാണ്. മുസ്തഫായ നബി തങ്ങളുടെ സഹോദര പദവി അലങ്കരിച്ച നേതാവാണ്. അന്നു മുതൽ മക്കയിലെ വീടുകളിൽ ഉയർന്നു കേട്ട വെറുപ്പിന്റെ പേരാണത്. ആ വെറുപ്പ് നീറി നീറി പുകഞ്ഞപ്പോ ഉത്ബത്തിന്റെ ഭാര്യ ഹിന്ദ് വിളിക്കുകയാണ്. നീഗ്രോ ആയ വഹ്ശി എന്ന അടിമയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഹംസത്തുൽ കറാറിനെ കൈകാര്യം ചെയ്യുമോ? അവസരം കിട്ടുമ്പോ ഹംസയെ കൊന്നുകളഞ്ഞാൽ നീ സ്വതന്ത്രനാണ്. പിന്നെ നിനക്ക് അടിമത്വമില്ല, പിന്നെ നിന്നെ ആരും പൂട്ടിയിടില്ല, പിന്നെ നിന്നെ ആരും ചങ്ങലക്കിടില്ല, ഒരു വീട്ടിലും അടിമ ഭാരം പേറേണ്ടതില്ല. അവസരം കിട്ടിയാൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളയുമോ?
വലിയ ഓഫറുകൾ കിട്ടുകയാണ്. കാരണം അറിയാം, നേർക്കുനേരെ പോരാടി തോൽപ്പിക്കാനാവില്ല. നേർക്കുനേരെ കൂട്ടം ചേർന്ന് ചെന്നാലും ഹംസത്തുൽ കറാറിന്റെ രോമമനങ്ങില്ല. അവരൊരു പുലിയാണ്, വിപ്ലവമാണ്, അവരൊരു ഇതിഹാസമാണ്, സിംഹമാണ്. ബദറിൽ അത് കണ്ടതുകൊണ്ടാണ് വഹ്ശിയോട് പറഞ്ഞത്, നീ അവരെ പതിരെന്നക്രമിച്ചോ, നേർക്കുനേരെ ഒരാൾക്കും കൊല്ലാൻ കഴിയില്ല. ഇസ്ലാമിന്റെ ശത്രുക്കളെക്കാലവും അങ്ങനെയായിരുന്നില്ലേ? നേർക്കുനേരെ അവർക്കാരെയാണ് കൊല്ലാൻ പറ്റിയത്? ഖത്താബിന്റെ മകൻ ഉമറിനെ കാത്തിരുന്ന് മെഹ്റാബിലിരുന്ന് കുത്തി താഴെയിട്ടതല്ലേ? മെഹ്റാബിന്റെ മുന്നിൽ വന്ന് ഖത്താബിന്റെ മകനു നേരെ ആയുധം ചൂണ്ടാൻ ആഗ്രഹിച്ചവന് പോലും ഒളിച്ചിരിക്കേണ്ട ഗതികേട് വന്നില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ വീട് വളഞ്ഞിട്ടതിന്റെ മറവിലൂടെ കൊന്നുകളഞ്ഞതല്ലേ? ഉസ്മാൻ എന്നവരുടെ മുന്നിൽ നിൽക്കാൻ അവര് ഭയപ്പെട്ടില്ലേ? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നതും ചതിയിലൂടെയല്ലേ? ചതിച്ചു കൊല്ലാൻ വന്നവനല്ലേ കൊന്നുകളഞ്ഞത്? മഹാനായ സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചതിച്ചു കൊന്നതല്ലേ? സയ്യിദുനാ ഹുസൈൻ എന്നവരെ ചതിച്ചു കൊന്നതല്ലേ? കർബലയുടെ മണിമുറ്റത്തേക്ക് വിളിച്ചിട്ട് ചതിയഴിച്ചു വിട്ടതല്ലേ? ക്രൂരമായി കൊന്നുകളഞ്ഞതല്ലേ? ഇസ്ലാമിക ചരിത്രത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ വീരേതിഹാസം രചിച്ച മുൻഗാമികളുടെ ഈമാൻ നോക്കൂ. അവരെ മുന്നിൽ നിന്ന് വെല്ലുവിളിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ഈ രാജ്യത്തേക്ക് കടന്നു വന്ന വൈദേശികനു നേരെ വിപ്ലവം തീർത്ത ടിപ്പു സുൽത്താൻ ഉണ്ടായിരുന്നില്ലേ? ഈ മണ്ണവരുടെ ചരിത്രം പറയുന്നില്ലേ? ഈ രാജ്യത്തിന്റെ മണ്ണിന്റെ ഓരോ തരികളും വിളിച്ചു പറയുന്ന ചരിത്രമില്ലേ? നാസയിൽ നിന്ന് ഞാൻ തിരിച്ചിറങ്ങുന്ന സമയത്ത് നാസയിലെ ഒരു ഓഫീസിന്റെ ചുവർ ചിത്രമായി ഞാൻ കണ്ടത് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരെ റോക്കറ്റ് കൊണ്ട് ആക്രമിക്കുന്ന ചിത്രമായിരുന്നുവെന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം വിങ്സ് ഓഫ് ഫയറിൽ രേഖപ്പെടുത്തിയില്ലേ? ആ ടിപ്പു സുൽത്താന്റെ ചരിത്രം എത്ര മഹത്വമുള്ളതാണ്! ഈ രാജ്യം ആക്രമിക്കാൻ വന്ന പ്രഭുക്കന്മാർക്ക് നേരെ പോരാടിയവരല്ലേ? ഇന്ത്യ രാജ്യത്തെ മുസ്ലിമും ഹിന്ദുവും തമ്മിലടിക്കുന്ന നേരത്ത് ടിപ്പുവിന്റെ ചരിത്രമൊന്ന് വായിച്ചിരുന്നെങ്കിലെന്ന് ഇന്ത്യയിൽ ലേഖനം എഴുതിയത് മഹാത്മാഗാന്ധിയല്ലേ? അദ്ദേഹത്തിന്റെ ജഡ്ജിമാരായുണ്ടായിരുന്നത് ഹൈന്ദവരല്ലേ? അദ്ദേഹത്തിന്റെ സൈന്യത്തിലുണ്ടായിരുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചായിരുന്നില്ലേ? അദ്ദേഹം എത്രയോ ക്ഷേത്രങ്ങൾക്ക് നൽകിയ സംഭാവനകൾ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടപ്പില്ലേ? വെല്ലസ്ലി ഉൾപ്പെടെയുള്ള പ്രഭുക്കന്മാർ ഈ മണ്ണ് വിട്ടു തന്നാൽ സർവാധികാരം പറയുന്ന നേരത്ത് ഈ മണ്ണ് വിട്ടുതരാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ച നേതാവല്ലേ ടിപ്പു സുൽത്താൻ? ആരാണ്? ആൻഡമാൻ നിക്കോബാർ ജയിലിൽ കിടന്ന് ബ്രിട്ടീഷുകാരന്റെ കാൽക്കൽ മാപ്പെഴുതി വെച്ചവരെ ടിപ്പുവിന്റെ പേര് പറയാൻ പോലും നിങ്ങളുടെ നാവ് പൊങ്ങല്ല. ടിപ്പു സുൽത്താൻ ഈ മണ്ണിന്റെ ഇതിഹാസമാണ്, അത് ചരിത്രമാണ്. ഇന്ത്യയിൽ മഹാത്മജി എഴുതിയ ചരിത്രമാണ്. അദ്ദേഹത്തോടൊപ്പം അന്ന് നവാബുമാര് ചേർന്ന് നിന്നെങ്കിൽ, നാട്ടുരാജ്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു 100 കൊല്ലം മുമ്പേ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് കെട്ടുകെട്ടിക്കാൻ പാകത്തിൽ വിപ്ലവം നടത്തിയ നേതാവാണ്. ഈ മണ്ണിൽ നിന്ന് ആദ്യമായി റോക്കറ്റുകൾ കൊണ്ട് പടപൊരുതിയ ആളാണ്. ടിപ്പു സുൽത്താനെ കൊന്നതും ചതിച്ചല്ലയോ? ചതിയല്ലാതെ ഇസ്ലാമിന്റെ വിരോധികൾക്ക് ആയുധമില്ലല്ലോ. ഇസ്ലാമിലെ മുൻഗാമികളാകുന്ന ഈറ്റപ്പുലികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ. മഹാനായ ഉമർ മുഖ്താറിനെ കൊന്നതും ചതിയിലൂടെ പിടിച്ചു കെട്ടിയിട്ടല്ലേ? ചതിയിലൂടെ വരുതിയിലാക്കി പലരെയും കൊന്നുകളഞ്ഞതല്ലേ ചരിത്രമുള്ളത്? ആ ചരിത്രത്തോട് ചേർത്ത് വായിക്കാനുള്ള പാഠമല്ലേ പതിയിരുന്നോ? അബ്ദുൽ മുത്തലിബിന്റെ മകൻ ഹംസ റളിയല്ലാഹു അൻഹു വരുന്ന വഴിയില് പതിയിരുന്ന് ആക്രമിച്ചോ? ചാട്ടുളിയെറിയുന്നതിൽ വിദഗ്ധനായ വഹ്ശി തന്റെ കയ്യിലുള്ള ഉളിയുടെ അറ്റത്ത് വിഷം പുരട്ടി ഉഹദിന്റെ മണ്ണിൽ കാത്തിരുന്നു. യുദ്ധക്കളത്തിലല്ല, യുദ്ധത്തിനിറങ്ങിയതല്ല, ഒരു ഭാഗത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കാത്തിരുന്നു.
വിജിഗീഷുവായി പടപൊരുതി വരുന്ന നേതാവ്, അതാ ഉഹദിലും ബദർ പോലെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സർവ്വതും സമർപ്പിച്ചു വരുന്ന മുസ്തഫായ നബി തങ്ങളുടെ കൊച്ചാപ്പയുടെ കാൽക്കലേക്ക്, അവിടുത്തെ തുടയലിന്റെ ഭാഗത്തേക്ക് വിഷം ഊട്ടപ്പെട്ട തരത്തിലുള്ള വിഷം പുരട്ടിയ അതാ ചാട്ടുളി എറിഞ്ഞു. വിഷം പുരണ്ട ചാട്ടുളി വന്ന ദേഹത്ത് പതിച്ചു. അതിന്റെ വിഷാംശങ്ങൾ ശരീരത്തേക്ക് പ്രവഹിക്കുമ്പോൾ അവിടെ നിന്ന് അതാ വാഹനത്തിന്റെ മേലെ നിന്ന് താഴേക്ക് പതിച്ചു. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ഉഹദിന്റെ മണ്ണ് തൊട്ടപ്പോ പിടിച്ചു ബദറിൽ നിന്ന് പോയവരെല്ലാം അവരുടെ പ്രതികാരങ്ങൾ നടപ്പാക്കാൻ ഇറങ്ങുകയാണ്. അവിടുത്തെ നെഞ്ചുകുത്തി പിളർന്നു, കരളെടുത്തു പുറത്തേക്കിട്ടു. എന്നിട്ടും സഹിക്കവയ്യാതെ പെടഞ്ഞു വീണ ഹംസത്തുൽ കറാറിന്റെ കരള് ചവച്ചു തുപ്പി. അവിടുത്തെ ശരീരത്തെ വികൃതമാക്കി. അല്ലാഹുവിന്റെ സിംഹമായി അറിയപ്പെട്ടവര് ഉഹദിന്റെ മണ്ണിൽ വീണത് ഇതുപോലൊരു ശവ്വാൽ മാസത്തിലാണ്. മുഅ്മിനേ, നമ്മുടെ മുൻഗാമികൾ അവരുടെ ജീവൻ കൊടുത്ത് കരള് കൊടുത്ത് വളർത്തിയ ദീനാണ്. നമുക്ക് മോശപ്പെടുത്താനുള്ളതല്ല, തട്ടിക്കളിക്കാനുള്ളതല്ല, തരം മാറ്റാനുള്ളതല്ല. ചെറുപ്പക്കാരെ, ഉമ്മമാരെ, ദീനിന് നമ്മൾ എന്താണ് കൊടുക്കാനുള്ളത്? നമ്മുടെ ശരീരം വേണമെന്ന് പറയുന്നില്ല, കരള് കൊടുക്കാൻ പറയുന്നില്ല. അല്ലാഹു പറഞ്ഞ നിയമങ്ങൾ അനുസരിക്കുമോ? തഖ്വയിലായി ജീവിക്കുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനകളെ സ്വീകരിക്കുമോ? നമ്മുടെ ശരീരം അത് മറച്ചുകൊണ്ട് നടക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചതാരാണ്? അത് അല്ലാഹുവാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. ഉമ്മമാരെ, ആ ദീന് നമ്മൾ വലിച്ചെറിഞ്ഞു കളയരുത്. ചെറുപ്പക്കാരെ, നിസ്കാരം ഉപേക്ഷിച്ചു കളയരുത്. ഹറാമുകൾക്ക് തലവെച്ചു കൊടുക്കരുത്. മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിപ്പോകരുത്. അല്ലാഹു പൊരുത്തപ്പെടാത്തൊരു പണിയും നമ്മിൽ നിന്നുണ്ടാകരുത്. നമ്മൾ റബ്ബിന്റെ മാർഗത്തിൽ ജീവിക്കേണ്ടവരാണെന്ന ചിന്ത വേണം. എല്ലാം കഴിഞ്ഞിട്ട് ഒരു നാളിവിടെ നിന്ന് മടങ്ങാനുള്ളതാണെന്ന ചിന്ത വേണം. അല്ലാഹുവിന്റെ സന്നിധിയിലെത്തുന്ന നേരം ഇതെല്ലാം അവൻ ചോദ്യം ചെയ്യുമെന്ന വിചാരം വേണം. വിചാരണ ചെയ്യപ്പെടുമെന്ന ചിന്ത വേണം. എൻ്റെ അനക്കങ്ങളും മടക്കങ്ങളും, എൻ്റെ സംസാരങ്ങളും പ്രവർത്തനങ്ങളും, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം വിചാരണ ചെയ്യുന്നൊരു ദിവസം വരാനുണ്ട്. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. നമ്മുടെ ശരീരത്തെ വിചാരണ ചെയ്ത് ജീവിച്ചോ? നല്ലവരായി കഴിഞ്ഞോ? സ്വാലിഹീങ്ങളെ മഹബത്ത് വെച്ചോ? അതിലൂടെ വിജയിച്ചോ? അല്ലാഹു നമുക്ക് തരുന്ന അവസരങ്ങളെ ഉപയോഗിച്ചോ? എന്റെ സദസ്സിലാണുങ്ങളൊന്ന് എഴുന്നേറ്റു നിൽക്കുമോ? ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. അകലെയുള്ളവരൊന്നടുത്തേക്ക് നിൽക്കുമോ? അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലെ സ്വലാത്തു ചൊല്ലി ഈ മഹത്തായ മജ്ലിസിൽ നിന്ന് ദുആ ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞത് മഹാന്മാരുടെ ജീവിതമാണ്. അറിയുമോ? ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പറഞ്ഞ സദസ്സ്
സദസ്സാണ്. അവിടുത്തെ മഹത്വം പറഞ്ഞാൽ, അവിടുത്തെ കൊണ്ട് തവസ്സുലാക്കിയാൽ കർബുകൾ നീങ്ങിപ്പോകുമെന്നല്ലേ മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നത്. ഓ മുഅ്മിനേ, പ്രയാസങ്ങളുടെ ഈ നേരത്ത് നമ്മുടെ പ്രതിസന്ധികളൊക്കെയും മാറിക്കിട്ടാൻ നമ്മൾ മഹാന്മാരെ തവസ്സുലാക്കി ദുആരക്കുകയാണ്. ആണുങ്ങളൊന്നടുത്തേക്കു നിൽക്കണം. ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. ദൂരങ്ങളിൽ നിൽക്കുന്നവരെ ദുആ ചെയ്തിട്ടല്ലാതെ മടങ്ങല്ല. അല്ലാഹു നമുക്ക് നൽകുന്ന അവസരമാണ്. നമ്മുടെ ആമീൻ മഹാന്മാരുടെ മദ്ഹ് പറഞ്ഞ മജ്ലിസ്, അവരുടെ മദദ് ലഭിക്കുമെന്ന് കരുതുന്ന മജ്ലിസ്, മഹാന്മാരുടെ അരികിൽ സംഘടിപ്പിച്ച മജ്ലിസ്, അത് നമുക്കുള്ള വലിയ പ്രതീക്ഷയാണ്. ചുറ്റുഭാഗത്തും നിൽക്കുന്നവരെ ഒന്ന് ചേർന്നു നിൽക്കുമോ? അല്ലാഹു നമ്മുടെ ദുആഇന് ഇജാബത്ത് നൽകട്ടെ. അല്ലാഹു നമ്മെ ഖബൂലാക്കട്ടെ. നതവസ്സൽ ബിൽ ഹുബാബ والبتول المستطابا والنبي ثم صحابا فعسى دعوى مجابا صلى الله على محمد صلى الله على محمد صلى الله عليه وسلم أعظم زوجاتي قدرا قد تلاقت منه أمرا خطبت أحمد بكرا غنمت منه شبابا صلى الله على صلى الله عليه وسلم أرنا وجه رسولي وخديجة والبتولي وبني زهر الفحولي ربي عاجل بالإجابة صلى الله صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഉഹദിൽ ഷഹീദായ മഹാരഥന്മാരുടെ ബറക്കത്തുകൊണ്ട്, ബദറിൽ ഷഹീദായ മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട്, നമ്മുടെ ചുറ്റുഭാഗത്തും മറപ്പെട്ട് കിടക്കുന്ന അല്ലാഹുവിന്റെ സാലിഹീങ്ങൾ, ഔലിയാക്കൾ, സജ്ജനങ്ങളുടെ എല്ലാം ബറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഔദാര്യം കൊണ്ട് നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാവർക്കും ഈമാനും തഖ്വയും ഇഖ്ലാസും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കൂടെ യാത്ര ചെയ്ത് ഉഹദിൽ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജീവൻ കൊടുത്ത സ്വഹാബിയാണ്
സഹാബിയാണ് സയ്യിദുനാ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു. മദീനക്കാരനാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് അവിടുത്തെ ജീവൻ കൊടുക്കുന്ന രംഗം ചരിത്രത്തിൽ കാണാം. മഹാനവറുകൾ മദീനയുടെ നേതാവായിരുന്നു, ജനങ്ങളുടെ നേതാവായിരുന്നു. മദീനയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് അയച്ച പ്രബോധകരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളാണ്, ഉടമ്പടികളിൽ പങ്കെടുത്ത ആളാണ്. അവിടുന്ന് ഉഹദിലേക്ക് യുദ്ധത്തിന് വന്നു. ആ യുദ്ധക്കളത്തിൽ ഹബീബായ നബി തങ്ങളുടെ കൂടെ പോരാടി ശരീരത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ മാരകമായ മുറിവ് പറ്റി അവസാനം അവിടെ വീണുപോയി. യുദ്ധം കഴിയുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും സഅദ് ബിൻ റബീഅനെ കണ്ടവരുണ്ടോ? നിങ്ങൾ ആരെങ്കിലും സഅദ് ബിൻ റബീഅനെ കണ്ടവരുണ്ടോ? അന്വേഷിച്ചു പോയ സ്വഹാബത്ത് അതാ ബഹുമാനപ്പെട്ട സഅദ് ബിൻ റബീഅ തങ്ങളെ കാണുകയാണ്. അവരുടെ ജീവൻ ഒരൽപ്പം മാത്രം ബാക്കിയാണ്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് അടുക്കൽ ചെന്നപ്പോ അവർ ഞരങ്ങുകയാണ്. അതാ നബി തങ്ങളെ സ്വഹാബത്തിനെ കണ്ടപ്പോ ചോദിച്ചു, ഐന റസൂലുള്ളാഹ്, എവിടെയാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി? ഉറക്ക സ്വലാത്തിൽ എവിടെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഹബീബായ നബി തങ്ങളുണ്ട്, അവിടുന്ന് യുദ്ധം കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളെ അന്വേഷിച്ചു പറഞ്ഞയച്ചതാണ്. എന്നാൽ എന്നെ ഒന്ന് നബി തങ്ങളുടെ അടുക്കലേക്ക് നീക്കിക്കടത്തുമോ? അവസാന സമയത്തും ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് അവരെ കൊണ്ടുവരികയാണ്. ജീവന്റെ ഒരു കണിക മാത്രം ബാക്കിയുള്ള നേരമാണ്. ഹബീബായ നബി തങ്ങളുടെ അടുക്കലെത്തിയപ്പോ ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, മദീനയുടെ നേതാവ്, മദീനയിലെ ഗോത്രങ്ങളുടെ നേതാവ് ഹബീബായ നബി തങ്ങളോട് സലാം പറയുകയാണ്. ഓ പ്രവാചകരെ, സഅദ് ബിൻ റബീഅ യാത്രയാവുകയാണ് നബിയേ. ഇനി നമ്മൾ കാണുന്നത് സ്വർഗത്തിലാണ്. മുസ്തഫായ നബി തങ്ങളെ, അങ്ങേക്കു സലാം. മദീനക്കാരെ, എന്റെ വസിയത്ത് എന്താണെന്നറിയുമോ? നമ്മളിൽ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്ത് ജീവന്റെ ഒരു കണിക ബാക്കി ഉണ്ടായിരിക്കെ, ഒരു ശത്രുവിനും ഹബീബായ നബി തങ്ങളെ വിട്ടുകൊടുക്കല്ല. അവിടുത്തെ ദേഹത്തു തൊടാൻ ഒരുത്തനെയും അനുവദിക്കല്ല. മദീനക്കാരോട് പറയണം, അവരുടെ ജീവന്റെ കണികയെങ്കിലും ബാക്കി നിൽക്കെ ഹബീബായ നബി തങ്ങളെ തൊടാൻ ഒരു ശത്രുവിനും അവസരം കൊടുക്കല്ല. അവസാന നേരത്തും അവരുടെ ചിന്ത ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. സുദീർഘകാലമായൊരു ബന്ധം ഹബീബായ നബി തങ്ങളുടെ പാദത്തിന് ചോടെ ഉഹദിൽ നിന്ന് യാത്ര പറഞ്ഞു സയ്യിദുനാ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരുടെ മദദ് നമ്മൾക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു അവരുടെ ഈമാനിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു ഈമാനിൽ അടിയുറപ്പിച്ചു തരട്ടെ. അല്ലാഹു ലോകത്ത് പല പ്രതിസന്ധികളുടെയും നേരമാണ്. അല്ലാഹു സ്വസ്ഥമായ സമാധാനം നൽകുമാറാകട്ടെ. ശത്രുക്കളെ അല്ലാഹു കൈകാര്യം ചെയ്ത് അക്രമങ്ങളെ തൊട്ട് എല്ലാ നാടുകളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തെ റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.